പാക്കേജ് ഒന്നും തന്നെ എടുക്കാതെ നേരെ നിങ്ങൾക്ക് വിയറ്റ്നാമിലേക്ക് പോവാം. സോ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം, എങ്ങനെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് വളരെ വിശദമായി എന്ന അത്യാവശ്യം ബ്രീഫ് ആയിട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ഹെന്ന ആൻഡ് ഷാഹിൻ ഷാ. സോ നമ്മൾ റീസെന്റ് വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് പോയി അതിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ കുറെ പേര് അതിന്റെ താഴെ കമന്റ്സിലും അതുപോലെ തന്നെ DM ത്രൂ ഒക്കെ നമ്മളോട് ചോദിച്ചതായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ പാക്കേജ് എടുത്തിട്ടാണോ പോയത്, ഒറ്റയ്ക്കാണോ പോയത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എക്സ്പെൻസസ് എത്രയായി, എങ്ങനെയാണ് എല്ലാം ബുക്ക് ചെയ്യുന്നത് എന്നെല്ലാം ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു സിമ്പിൾ വോയിസ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് ലൈക്ക് പറഞ്ഞുതരാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമാണ്. സോ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മളുടെ വിയറ്റ്നാം ട്രിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 nights 8 days ആയിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഒരു 4 ഡേയ്സിൽ നമ്മളുടെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ബാക്കിയുള്ള ഡേയ്സിൽ. സോ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് കൺട്രി ഡിസൈഡ് ചെയ്തത്, അതൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഏത് രാജ്യത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ഇറ്റിനറി തയ്യാറാക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ടൂർ പ്ലാൻ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ചെയ്ത് വിയറ്റ്നാമിന്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് പോയതായിരുന്നു തായ്ലൻഡ്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരമാണ് നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 30 എനിവേ ആ ലാസ്റ്റ് ദിവസം, അങ്ങനെ April 1, 2, 3 അങ്ങനെ. അപ്പം ഏത് രാജ്യത്തോട്ടും പോകുന്നതിന്റെ മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ പോകുന്നത്, അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള വിസ റിക്വയർമെന്റ്സ് ആണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. വിയറ്റ്നാമിലേക്ക് ഈ വിസയാണ് നമ്മൾ എടുക്കേണ്ടത്. അതൊന്നെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ നമുക്ക് തന്നെ ലൈക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ട്രാവൽസ് ത്രൂ ആണ് ചെയ്യേണ്ടത്. നമ്മളുടെ ട്രിപ്പിന്റെ ഒരു ഇത് പ്രശ്നമല്ല, നമ്മളുടെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് നോട്ടീസിലാണ് നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ പ്രൊഫഷനും വർക്കും അങ്ങനെ ആയതുകൊണ്ട്, ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറെ ഡേറ്റ്സ് ഇങ്ങനെ ബുക്ക്ഡ് ആവുമല്ലോ. അപ്പൊ ബുക്ക്ഡ് ആവാത്ത ഒരു സീസൺ നോക്കിയിട്ടാണ് നമുക്ക് ഡേറ്റ്സ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലൈക്ക് ഒരു 1 week അല്ലെങ്കിൽ 2 weeks മുന്നേ മാത്രമേ ഞങ്ങൾ അടുത്ത ഒരു വീക്കിൽ ട്രിപ്പ് നമുക്ക് പോവാം എന്നുള്ളത് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിസ റിജക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും അത് ക്യാൻസലേഷനോ അങ്ങനത്തെ മറ്റ് റിസ്കുകളൊക്കെ വന്നെങ്കിലോ എന്നുള്ള ഒരു സംശയം കൊണ്ട് മാത്രമാണ് നമ്മൾ ട്രാവൽസ് ത്രൂ ഈ വിസക്ക് അപ്ലൈ ചെയ്തത്. നമ്മൾ അൽഹിന്ദ് ത്രൂ ആയിരുന്നു ഈ വിസക്ക് അപ്ലൈ ചെയ്തത്. നമ്മൾ അൽഹിന്ദ് ട്രാവൽസ് മഞ്ചേരി മുഖേനയാണ് നമ്മൾ ഈ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വിയറ്റ്നാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ് നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാൾ. കാരണം ചില രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സർനെയിം പാസ്പോർട്ടിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളെ പറ്റിയാൽ ചിലപ്പോൾ റിജക്ഷൻ വരും. അപ്പൊ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അത്രയും ദിവസത്തെ ഗ്യാപ്പ് ഇല്ല, ഷോർട്ട് നോട്ടീസിലായിരുന്നു നമ്മുടെ ടൂർ. റിജക്ഷൻ വന്ന് പിന്നീടും വീണ്ടും അപ്ലൈ ചെയ്ത് വീണ്ടും നമ്മൾ അതിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അത്രയും സമയം നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാവൽസ് ത്രൂ ബുക്ക് ചെയ്തത്. ഒരാൾക്ക് ഏകദേശം ഒരു 3000-4000 ഒക്കെ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. 4000 ഒന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 3000 ആണ് ഒരാൾക്ക് ആയതെന്നാണ് തോന്നുന്നത്. ശരിക്കും അത്ര ഒന്നും ഇല്ല, ഈ വിസയ്ക്ക് അത്ര എമൗണ്ട് ഇല്ല. പിന്നെ നമ്മൾ ട്രാവൽസ് ത്രൂ ഈ വിസ എടുക്കാവുമ്പം അവരുടെ ഒരു സർവീസ് ചാർജും കൂടെ വരും. അതുകൊണ്ടാണ് ഒരു ഏകദേശം 3000 പെർ പേഴ്സൺ വന്നതെന്ന് തോന്നുന്നു. ആദ്യം വിയറ്റ്നാമിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ എത്ര ദിവസമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ആദ്യം നോക്കണം. ഒരു കറക്റ്റ് ഡേയ്സ് വേണ്ട, ഒരാഴ്ചയാണോ അല്ലെങ്കിൽ 12 ദിവസമാണോ അല്ലെങ്കിൽ 15 ദിവസം, 2 ആഴ്ചയാണോ എന്നുള്ള അങ്ങനത്തെ. ആദ്യം നമ്മൾ വിയറ്റ്നാമിന്റെ മാപ്പ്, നമ്മൾ ഗൂഗിൾ മാപ്പില് നമ്മൾ വിയറ്റ്നാം എന്ന് അടിക്കുക. ഇപ്പൊ വിയറ്റ്നാം എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് വിയറ്റ്നാമിന്റെ സദേൺ പാർട്ട് തൊട്ടിട്ട് ഹോച്ചിമിൻ സിറ്റി സെൻട്രൽ പാർട്ട്, പിന്നെ വിയറ്റ്നാം ഹോയാന്, പിന്നെ ഹാനോയ്, പിന്നെ ഹനോയ്, പിന്നെ നോർത്തിലോട്ട്. അപ്പൊ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ് നോർത്ത് സാപ്പ. അങ്ങനെ നീണ്ടു കിടക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. അപ്പൊ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഇന്ത്യ അറിഞ്ഞൂടെ, നമ്മളെ കേരളത്തിലത്തെ ഒരു കാലാവസ്ഥ എല്ലാം മുകളിലോട്ട് ഇപ്പൊ നോർത്തിലോട്ട് പോകുമ്പോൾ ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് വിയറ്റ്നാമും. അപ്പോൾ വിയറ്റ്നാമില് താഴെ ഭാഗത്തൊക്കെ, അതായത് ഫൂക്കോക്ക്, ഹോച്ചിമിൻ സിറ്റി, ഇവിടെയൊക്കെ ചൂടാണ്, നാട്രാങ് ഒക്കെ.
അതിനുശേഷം പിന്നെ മേലേക്ക് ഹാനോയി തൊട്ടിട്ട് ഹാനോയിന്റെ മുകളിൽ സാപ്പ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഊട്ടി മൂന്നാർ ആ ഒരു കാലാവസ്ഥയാണ്. ഊട്ടിയത്തെ കാലാവസ്ഥ, മൂന്നാറിനല്ല അതിനേക്കാളും നല്ല തണുപ്പാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ എങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടാണ് നമുക്ക് പോകാൻ താല്പര്യം എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ ഇറ്റിനറി തയ്യാറാക്കേണ്ടത്. അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് ഇപ്പം ഒരാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എന്നുള്ളത് ഈ ഒരാഴ്ചന്റെ ഉള്ളില് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലോട്ട് പ്ലാൻ ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ വന്നിട്ട് നമ്മൾ പിന്നെ കാശ്മീർ പോയിട്ട് പിന്നെ ഡൽഹി, അതായത് അങ്ങടെ ആയിട്ട് കുറെ യാത്രകൾ ഉണ്ടാവുമല്ലോ, അത് മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ 7 ദിവസമുള്ളെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ ആ രാജ്യത്ത് നിന്ന് എക്സിറ്റ് പോവുക. അങ്ങനെ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ നോക്കേണ്ട കാര്യം, ഈ വിയറ്റ്നാമിൽ എത്ര ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് നോക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും കൊച്ചി ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. പക്ഷെ കൊച്ചിയിൽ നിന്നായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഫ്ലൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ കൊച്ചി എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലോട്ട് ഏതൊക്കെ എയർപോർട്ടിലാണ് ഡയറക്റ്റ് സർവീസ് ഉള്ളതെന്ന് നോക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് പിന്നീട് പ്ലാൻ ചെയ്യേണ്ടത്. ഞങ്ങൾ കാര്യമായിട്ട് നോക്കല് ഒന്ന് സ്കൈ സ്കാനർ അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലൈറ്റ്. ഗൂഗിൾ ഫ്ലൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. നമ്മളിങ്ങനെ കലണ്ടർ രൂപത്തിൽ ഓരോ ഡേറ്റിലും എത്രയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് എന്നുള്ളത് കാണിക്കും. അപ്പം അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം കൊച്ചിയിൽ നിന്ന് COK അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് അടിച്ചാലും മതി. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഏതൊക്കെ ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് മേജറായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഇപ്പം വിയറ്റ്നാം ആണെന്നുണ്ടെങ്കിൽ ഹോച്ചിമിനാണ് ഉള്ളത്. ഹോച്ചിമിന്റെ കോഡ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും, SGN എന്നാണ്. അപ്പോൾ COK to SGN അടിക്കുക. അപ്പോൾ കണ്ടോ സ്കൈ സ്കാനർ, അത് എയർ ഏഷ്യ, ഇതിന്റെ ഒക്കെ കിട്ടും. അതിന്റെ താഴത്തുണ്ടോ ഫ്ലൈറ്റ് ടു ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഗൂഗിളിൻ്റെത്. അല്ലെങ്കിൽ നേരിട്ട് ഇപ്പം അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ COK to SGN അടിച്ചതിന് ശേഷം ഗൂഗിൾ ഫ്ലൈറ്റ്സ് അടിച്ചാലും മതി. അപ്പൊ അതായത് COK to SGN അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൊച്ചി ടു ഹോച്ചിമിൻ അടിച്ചിട്ട് ഗൂഗിൾ ഫ്ലൈറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ സെയിം സാധനം വരും. എന്നിട്ട് അതെടുത്തിട്ട് ഷോ മോർ ഫ്ലൈറ്റ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ട്രിപ്പ് കൊടുക്കുന്നതിന് പകരം 1 വേ കൊടുക്കുക. കാരണം 1 വേക്ക് നമുക്ക് എത്ര റേറ്റ് എന്നുള്ളത് അറിയണം. ഇപ്പം ഇത് കൊച്ചി ടു ഹോച്ചിമിൻ സിറ്റി മൺഡേ ആണ്, August 25. ഇപ്പൊ കണ്ടോ ഇതിൽ ഓരോന്നിനും റേറ്റ്. ഇപ്പം 25-ാം തീയതി 7,000 രൂപ, 27-ാം തീയതി 7,000, 20-ാം തീയതി 18,000 ആയി. പിന്നെ സെപ്റ്റംബറിലൊക്കെ 20, 17, 12 ഒക്കെ ഉണ്ട്. പിന്നെ 26 ഏറ്റവും കുറഞ്ഞതിന് പച്ച കളറിൽ കാണിക്കും. ഇപ്പൊ സെപ്റ്റംബർ 26 കണ്ടോ 7,600 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് മുന്നേ പ്ലാൻ ചെയ്യേണ്ടത്. അതായത് ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് റേറ്റ് ഏതിനാണെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ശരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നല്ലത്. നമുക്ക് ഏത് ഡേയ്സിലും പോകാൻ കൺവീനിയന്റ് ആണ് എന്നുണ്ടെങ്കിൽ. പിന്നീട് നോക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഹോച്ചിമിൻ സിറ്റിയാണ് നോക്കിയത്, SGN. അപ്പൊ അതുപോലെ വിയറ്റ്നാമിൽ വേറെ ഇപ്പൊ ദനാങ് ഉണ്ട്, ഹാനോയ് ഉണ്ട്. ഇവിടെയൊക്കെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്കുള്ളത് നോക്കുക. അതിൽ ഏറ്റവും കുറവ് എവിടേക്കാ വരുന്നത്, ഏത് ഡേറ്റിലോട്ടാ വരുന്നത്. കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു എഫേർട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് തന്നെ ഫസ്റ്റ് ടൈം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ല, കുറച്ചധികം നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ. കുറച്ചിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, നോട്ട് ഡൗൺ ചെയ്യുക, ആ ഒരു എഫേർട്ടേ ഉള്ളൂ. എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഭയങ്കര ഡിഫിക്കൾട്ട് അല്ല, കുറച്ച് നമ്മൾ ടൈമും വേണം, കുറച്ച് നമുക്കൊരു പേഷ്യൻസും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കാരണം നമ്മൾ കൊച്ചി ടു ഹനോയ് ചാർജസ് നോക്കണം, കൊച്ചി ടു ഹോച്ചിമിനും നോക്കണം. നമ്മൾ നോക്കിയ സമയത്ത് കൊച്ചി ടു ഹോച്ചിമിൻ ആയിരുന്നു നമുക്ക് ടിക്കറ്റ് റേറ്റ്സ് ഏറ്റവും കുറവ്. അതുകൊണ്ടാണ് ഹോച്ചിമിൻ മുതൽ മുകളിലേക്കും താഴേക്കും ആയിട്ട് കാണാൻ പോകുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മളുടെ ഐറ്റിനറി. നമുക്ക് ടിക്കറ്റ് റേറ്റ് ഏറ്റവും കുറവ് ഹോച്ചിമിൻ സിറ്റിയെ കാണിച്ചത്. അപ്പൊ നമ്മൾ വന്നിറങ്ങുന്നത് ഹോച്ചിമിൻ സിറ്റി എന്നുള്ളത് ഫിക്സ് ചെയ്തു, ആ ഡേറ്റും നമ്മൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ 7 ദിവസമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഗ്യാപ്പ് 10 ദിവസത്തെ ഒരു ഫ്രീ ഡേയ്സ് ആണ് കിട്ടിയില്ല, അത്രയാണ് നമ്മൾ ടൂർ പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അടുത്തത് തിരിച്ചുള്ള ഫ്ലൈറ്റ് നോക്കണം. ഈ സെയിം സംഭവം തന്നെ തിരിച്ചു നോക്കണം. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് കാലിക്കറ്റിലോട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലോട്ടോ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് എന്നുള്ളത് ആ ടൈം നോക്കണം. ചിലപ്പം ഒരൊറ്റ ഡേന്റെ മാറ്റത്തില് ഒരു ഡേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവണതിനനുസരിച്ചിട്ട് പോലും ചിലപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ ഒരു 4,000, 5,000, 6,000 ഒക്കെ ചേഞ്ചസ് വരും. അപ്പം അതും കൂടി നോക്കിയിട്ട് റിട്ടേൺ ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഒരു ഐഡിയ കിട്ടി, ഇന്ന ഡേറ്റിന് അങ്ങോട്ടേക്ക് പോകുന്നു, ഇന്ന സമയത്ത് നമ്മളവിടെ ഇറങ്ങുന്നു, ഇന്ന ഡേറ്റ് നിന്ന് അവിടുന്ന് തിരിച്ച് ഇന്ന എയർപോർട്ടിലോട്ട് ഇന്നാണ് കയറുന്നത്, ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പൊ നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഒരു 6 ദിവസം 7 ദിവസം ഉണ്ട്. എന്നിട്ട് പിന്നെ ടൂർ പ്ലാൻ ചെയ്യേണ്ടത് ബാക്കി 6 ദിവസത്തോട്ട് വെച്ചിട്ടാണ്. ആ ഒരു കൺട്രിയിലെ ഓരോ സ്ഥലത്തും ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണുള്ളത്, അതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ടേസ്റ്റിനോട് യോജിച്ചത്, അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണണം. അതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക.
അങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ലൈക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ChatGPT സെർച്ച് ചെയ്താലും ഇപ്പം ഫോർ എക്സാമ്പിൾ സ്ഥലങ്ങൾ കാണാം. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിലാവുമ്പോൾ സ്ഥലങ്ങളും കൂടി കാണാം. കാരണം ചില ഏരിയകൾ ഭയങ്കര ഫേമസ് ആയിരിക്കും, പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ടേസ്റ്റിനൊത്ത ഒരു സംഭവം ആവില്ല. അപ്പൊ നമുക്കത് ഡയറക്ട്ലി കട്ട് ചെയ്യാതെ വേണ്ട, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് താല്പര്യമുള്ള ഏരിയകളിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഐറ്റിനറി ക്രിയേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് റൂംസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പൊ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് ആദ്യം പോകുന്നത് എന്ന് ഫിക്സ് ചെയ്തല്ലോ, അവിടെ നമ്മൾ ഏതാണ് ബുക്ക് ചെയ്തിട്ടുള്ള റൂമൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ തന്നെ നമ്മളത് കാണിക്കേണ്ടി വരും. ലൈക്ക് ചെക്കിനിന്റെ സമയത്ത് കാണിക്കേണ്ടി വരും, ഫ്ലൈറ്റ് ഏതാണ്, റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഏതാണെന്നുള്ളത് കാണിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ റൂംസും കാര്യങ്ങളെല്ലാം ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തിരിക്കണം. അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ നടക്കൂല. അപ്പോൾ റൂംസ് എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യുക, അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. റൂം ബുക്ക് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളിപ്പോ ഫസ്റ്റ് ചെന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും നല്ല എയർപോർട്ടിന്റെ അടുത്ത് റൂം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൂം ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അഗോഡ അല്ലെങ്കിൽ trip.com അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഉണ്ട്. നമ്മൾ കൂടുതൽ അഗോഡയാണ് ഉപയോഗിക്കല് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം റൂം ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫോണിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മള് അഗോഡയാണെന്നുണ്ടെങ്കിൽ അഗോഡ എടുക്കുക. എന്നിട്ട് ഇപ്പൊ നമുക്ക് അഗോഡയിൽ 2 ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഡേ യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓവർനൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉച്ച സമയത്ത് ചെക്ക് ഇൻ ചെയ്തിട്ട് തൊട്ടടുത്ത് ദിവസം ചെക്ക്ഔട്ട് ചെയ്യുന്ന പോലെ. ഡേ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ട്. ഡേ യൂസ് എല്ലാ ഹോട്ടലിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. ഡേ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് രാവിലെ മാത്രമുള്ള രാവിലെ എന്നുള്ള മണിക്കൂർ ഇത്ര ഹവറിന് പേ ചെയ്യാന്നുള്ള പോലെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓവർനൈറ്റ് എടുത്തിട്ട് നമ്മൾ എയർപോർട്ട് SGN എന്നാണല്ലോ പറഞ്ഞത്, ടാൻ സോൺ നാറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതാണ് ഹോച്ചിമിൻ സിറ്റിയിൽ. SGN സൈഗോൺ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ട ഡേറ്റ് കൊടുക്കുക, നമ്മൾ എത്ര അഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്യാം. ഇതാ റൂം, ഇപ്പോൾ ഒരു റൂം മതി എന്നുണ്ടെങ്കിൽ ഒരു റൂം, 2 റൂം ആണെങ്കിൽ 2 റൂം അഡൽസ്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ സാധാരണ ചെയ്യാറ് ഈ മാപ്പിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ സെർച്ചിന്റെ തൊട്ട് ലെഫ്റ്റ് ഉള്ളത്, അത് ക്ലിക്ക് ചെയ്താൽ നേരെ എയർപോർട്ടിന്റെ അവിടേക്ക് മാപ്പ് പോകും. പിന്നെ അടുത്ത് നമ്മൾ ഫിൽറ്റേഴ്സ് എടുക്കുക. ഫിൽറ്റേഴ്സ് എടുത്തതിന് ശേഷം ഇതില് ഗസ്റ്റ് റിവ്യൂ സ്കോർ എന്ന് കണ്ടില്ലേ, അത് 7 കൊടുക്കുക. അപ്പം അതായത് അവിടെ റൂം എടുത്ത ആൾക്കാർ കൊടുത്തിട്ടുള്ള റേറ്റിംഗിന്റെ ബേസിൽ റൂം എടുക്കുക. അപ്പോൾ 7+ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടൽ. പിന്നെ എയർ കണ്ടീഷനിങ് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, പ്രോപ്പർട്ടി ടൈപ്പ് ഹോട്ടൽ വേണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വേണോ, ഹോംസ് ആണെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ്, വില്ല, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം ചെക്ക്ഔട്ട് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ റൂം ഓഫേഴ്സിൽ കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് എന്നുള്ളത്, ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കൊടുത്തതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഫിൽറ്ററിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മാത്രമല്ല ഹോട്ടൽസ് ഇതിൽ വരും. എന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് 1377 യോക്കോ എയർപോർട്ട് സൈഗോൺ എന്നുള്ളതാണ്. 8 ആണ് അതിന്റെ റേറ്റിംഗ്. 10ൽ 8 റേറ്റിംഗ് ഉണ്ട്. 1331 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചൂസ് മൈ റൂം എന്നുണ്ടാവും, അത് കൊടുക്കുക. അപ്പോൾ അതിലോരോ റൂം ടൈപ്പ് വരും. അപ്പൊ അതില് നമ്മളുടെ ആവശ്യത്തിന് നീഡിനനുസരിച്ചിട്ട് ഏതാണോ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ 4 പേര് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റൂമിൽ വെച്ചിട്ട് 2 പേരായിട്ടോ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ 4 പേര്, അങ്ങനെ ഓപ്ഷൻസും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ള വലിയ റൂമുകളിൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അഗോഡ വഴി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കാർഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വിസ കാർഡോ ആയിരിക്കണം. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കി വെക്കുകയും വേണം. ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കാന്നുള്ള ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാവും, മലയാളത്തിൽ തന്നെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ചിലപ്പോൾ റൂം അവിടെ എത്തിയിട്ട് പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടായിരിക്കും പേയ്മെന്റ് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ളതും ഉണ്ട്. കുറച്ച് ഇവിടുന്ന് പേയ്മെന്റ് ചെയ്ത് ബാക്കി അവിടെ നിന്ന് ചെയ്യാം, അങ്ങനത്തെ ഉണ്ട്. അല്ലെങ്കിൽ ഫുൾ അവിടെ വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ആൾറെഡി ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുന്നത്. അടുത്തത് സിം കാർഡ്. സിമ്മിൻ്റെത് ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി ഇന്റർനെറ്റിന്റെ ആവശ്യം. ഇപ്പോൾ വാട്സപ്പ് ഒക്കെ ഇപ്പം വിയറ്റ്നാമിലൊക്കെ വാട്സപ്പ് കാർഡ് നാട്ടിലോട്ടൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ആകുമ്പോൾ നെറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ ആവുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഈ സിം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ്. നമുക്ക് അഗോഡ വഴിയോ അല്ലെങ്കിൽ trip.com ഈ പറഞ്ഞ പോലെ തന്നെ ഏതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിം കാർഡുകൾ വാങ്ങിക്കാൻ പറ്റും. സിം കാർഡുകൾ വാങ്ങിക്കാൻ പറ്റുക എങ്ങനെ വെച്ചാൽ ഇപ്പോൾ അഗോഡ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ആക്ടിവിറ്റീസ് എടുത്തതിന് ശേഷം ഇപ്പം വിയറ്റ്നാം ആണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം, ഹോച്ചിമിൻ സിറ്റി, വിയറ്റ്നാം. ഇപ്പം ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം ടൂർസ്, ലോക്കൽ എക്സ്പീരിയൻസസ്, ഫുഡ്, ഡ്രിങ്ക്സ്, ട്രാൻസ്പോർട്ടേഷൻ, അട്രാക്ഷൻ, ടിക്കറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിൽ നമുക്ക് സിം കാർഡുകൾ കിട്ടും. സിംസ് ആൻഡ് വൈഫൈ കണ്ടോ, കാറ്റഗറീസ് അതിൽ ഏറ്റവും താഴത്തുണ്ട് സിംസ് ആൻഡ് വൈഫൈ എന്നുള്ളത്. അത് ഫിൽറ്റർ കൊടുക്കുക. അപ്പോൾ കണ്ടോ
ഇഷ്ടംപോലെ സിം കാർഡുകളുണ്ട്. ഇതെല്ലാം ഇ സിം ആണ് കേട്ടോ. നിങ്ങളുടെ ഫോണിൽ ഇ സിം ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വിനാ ഫോണ് അല്ലെങ്കിൽ വേ ടു ഗോ, ഇപ്പം നമ്മുടെ എയർടെല് ഐഡിയ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇഷ്ടംപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളത് ഏത് കമ്പനിക്കാണ് എന്നുള്ളത്. എന്നിട്ട് അതിന്റെ സിം നമ്മൾ ഇപ്പോൾ കണ്ട 456 രൂപ അല്ലെങ്കിൽ 120 രൂപ 130 രൂപയൊക്കെ ശരിക്കും 5 ദിവസം 4 ദിവസത്തിന് വരുള്ളൂ. അതാകുമ്പോൾ അൺലിമിറ്റഡ് 5G അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ കോളിംഗ് ഫെസിലിറ്റി ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ സിം ആക്ടിവേറ്റ് ആക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്നുമില്ല, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ തന്നെ ഉണ്ടാവും ഈ സിം സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇത് വരും. അത് ഈ സിം സെർച്ച് ചെയ്യുക. ഈ സിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഈ സിം ഉണ്ടാവും. ആഡ് ഈ സിം കൊടുത്താൽ അതിൽ ഒന്നുകിൽ QR കോഡ് കാണിക്കാനുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ നമ്പർ അടിക്കാനുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ അകോഡിൽ കാണിച്ചല്ലോ നമുക്ക് ഈ സിം എങ്ങനെ വാങ്ങിക്കാന്നുള്ളത്. വാങ്ങിച്ചു കഴിയുമ്പോൾ അവരൊരു PDF ആയിട്ടാണ് നമുക്ക് അയച്ചു തരിക, ഡൗൺലോഡ് ചെയ്യാൻ. അതിലൊരു QR കോഡ് ഉണ്ടാവും, മെയിലായിട്ടും വരും. അപ്പോ ഒരു QR കോഡ് ഉണ്ടാവും അതിൽ. അപ്പൊ നമ്മളിപ്പോ 1-ാം തീയതി തൊട്ടിട്ടാണ് വിയറ്റ്നാമിൽ 1-ാം തീയതി രാത്രി 10 മണിക്കോ അല്ലെങ്കിൽ രാത്രി പുലർച്ചെ 2 മണിക്കൊക്കെ നമ്മൾ വിയറ്റ്നാമിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആഡ് ഈ സിം കൊടുക്കുക. എന്നിട്ട് അതിൽ QR കോഡ് സ്കാൻ ചെയ്യാനുണ്ടാവും. അത് നമ്മളെ QR കോഡ് സ്കാൻ ചെയ്യുന്ന തൊട്ടപ്പുറത്ത് മീഡിയ അപ്ലോഡ് ഉണ്ടാവും. അതിൽ നമ്മൾ ആൾറെഡി ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണല്ലോ, അതിന്റെ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിം ഒരു മിനിറ്റിന്റെ ടൈമേ ഉണ്ടാവുള്ളൂ, 30 സെക്കൻഡ് ടൈമേ ഉണ്ടാവും. അപ്പോഴേക്ക് ഈ സിം ആക്ടിവേറ്റ് ആവും. അപ്പൊ നമുക്ക് അവിടെ നെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നെറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ടാക്സി ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വിയറ്റ്നാം തായ്ലൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സി കാര്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യാൻ OTP വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തായ്ലൻഡോ അല്ലെങ്കിൽ വിയറ്റ്നാമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിം എടുക്കുന്നതിന് പകരം എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുക്കാം. എയർപോർട്ടിൽ നിന്ന് സിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ കോൾസ് ചെയ്യാൻ പറ്റും. അത് നമ്മളിപ്പോൾ നെറ്റ് വാട്സപ്പ് വഴി അല്ലാണ്ട് ലോക്കൽ കോൾസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റും. അപ്പം OTP കാര്യങ്ങളെല്ലാം അതിൽ വരും. അപ്പോൾ നിങ്ങൾ ഗ്രാബ് ആപ്പ് അവിടെ എത്തിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അവിടെ എത്തിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് OTP വരും. എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ടാക്സി നമ്മൾ യൂബർ ഒക്കെ ഉണ്ടല്ലോ, യൂബർ ഓലയൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എവിടേക്കാ പോകേണ്ടത് ആ ലൊക്കേഷൻ അടക്കുക. ഏത് ഇപ്പോൾ 7 സീറ്റർ ആണോ 4 സീറ്റർ ആണോ ഏത് വണ്ടിയാണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ ഗ്രാബ് ആയിരുന്നു കാര്യമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഗ്രാബിൽ ഒരു 200 രൂപ 150 രൂപയൊക്കെ നമ്മുടെ നാട്ടിനേക്കാളും ടാക്സി റേറ്റ് കുറവാട്ടോ ഗ്രാബിൽ. ഒരു 150 രൂപ ആവുന്നത് നമ്മൾ ഗ്രാബ് അല്ലാണ്ട് അവിടുന്ന് ലോക്കൽ ടാക്സി പിടിക്കുന്നത് വെച്ചാൽ 1000-1200 രൂപയൊക്കെ പറയുന്നത് നല്ലൊരു എമൗണ്ട് പറയും. അല്ലാതെ വിയറ്റ്നാമിൽ ഇപ്പൊ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 200 രൂപയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. പിന്നെ അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ആൾറെഡി ഗ്രാബ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെങ്ങനെ വെച്ചാൽ തായ്ലൻഡ് പോയ സമയത്ത് തന്നെ ഗ്രാബ് ഉണ്ടായിരുന്നു. ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ OTP ആവശ്യമില്ലല്ലോ പിന്നെ ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് OTP ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ വിയറ്റ്നാം എത്തിയ സമയത്ത് എന്താ വെച്ചാൽ ഫുൾ ഈ സിം തന്നെ ആയിരുന്നു, ലോക്കൽ സിം എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ആരെയും കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോൾ ചെയ്യണമെങ്കിൽ തന്നെ അവിടെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി. പിന്നെ ഇപ്പം ടാക്സി ബുക്ക് ചെയ്യണമെന്നില്ല, OTP ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ടൈമിലുള്ള OTP ആവശ്യമുള്ളൂ. സോ പിന്നീട് ആവശ്യമില്ലല്ലോ. അപ്പം ഗ്രാബ് ആപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഇവിടെ ഗ്രാബ് ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ ഗ്രാബ് ഇല്ല. അതുകൊണ്ടാണ് തായ്ലൻഡിൽ പോയപ്പോ ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാത്തത് ഉപകാരമായി എന്ന് പറഞ്ഞോ. ഈ ഗ്രാബിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റൂട്ടോ, നമ്മുടെ സൊമാറ്റോ ഒക്കെ പോലെ. ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ വിയറ്റ്നാം ഐറ്റിനറി എങ്ങനെയായിരുന്നു, ഞങ്ങൾ എവിടുന്ന് എങ്ങോട്ട് പോയി, എന്തൊക്കെ കണ്ടു, എത്രയൊക്കെയാണ് എക്സ്പെൻസസ് വന്നത്, ഈ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ നമ്മൾ മാർച്ച് 31 വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. നമ്മളുടെ വീട് വരുന്ന മലപ്പുറമാണ്. ഇവിടെ നമ്മൾ നേരെ ഡ്രൈവ് ചെയ്ത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയി അവിടുന്ന് നേരെ ഹോച്ചിമിനിലേക്ക് പോവാണ് ചെയ്തത്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, ലൈക്ക് റഫ് നോട്ട്സ് ആണ്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഫ്ലക്ച്വേറ്റിംഗ് ആണ്, സീസണിനനുസരിച്ചിട്ട് ഒക്കെ നല്ല ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ഏകദേശം ഒരാൾക്ക് 9600 ആണ് വന്നിട്ടുണ്ടായിരുന്നത് പെർ പേഴ്സൺ. ഞങ്ങളുടെ ട്രിപ്പില് ഇനീഷ്യലി 6 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും പിന്നെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം പെർ പേഴ്സൺ 9600 വന്നു. നമ്മളങ്ങനെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോവാണ് ചെയ്തത്. നമ്മള് വിയറ്റ്നാമിലോട്ട് ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിയറ്റ്ജെറ്റ്, അതായത് വിയറ്റ്ജെറ്റിന്റെ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് തന്നെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൈ സ്കാനർ അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലൈറ്റ്, അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ അതിൽ തന്നെ കാണിക്കും. ഇപ്പം വിയറ്റ്ജെറ്റിൻ്റെതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ trip.com ഏതൊക്കെ ഏജൻസി മുഖേന ബുക്ക് ചെയ്താലാണ്
നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള കാണിക്കും. അറിയുന്നതാണ് അഗോഡ, ക്ലൂക്ക്, trip.com, അതുപോലെ ഇപ്പൊ വെവ്വേറെ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മേക്ക് മൈ ട്രിപ്പ്, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അങ്ങനത്തെ ഒന്നും ബുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതല്ലാണ്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇപ്പൊ ചില ചൈനീസ് സൈറ്റുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിലും ചീപ്പായി കണ്ട. അപ്പൊ റിവ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി, ലെജിറ്റ് ആണോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്ത് നമുക്ക് അറിയാം കമ്പനി നല്ലതാണോ അല്ലെന്ന്. അപ്പൊ അങ്ങനത്തിലൊന്നും കൊണ്ടുപോയി ബുക്ക് വരുത്, നമുക്ക് അറിയുന്ന കമ്പനിയിൽ മുഖേന ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റിന്റെ സൈറ്റിൽ തന്നെ കയറിയിട്ട് ബുക്ക് ചെയ്യാം. അങ്ങനെ നൈറ്റ് March 31 നൈറ്റ് ആയിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ്. ഒരു 7:30 ആ ഒരു സമയത്തായിരുന്നു. നമ്മൾ പിന്നെ അഡീഷണൽ ബാഗേജ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ക്യാരി ഓൺ ആയിട്ടുള്ള 7 kg ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോച്ചിമിൻ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ നേരെ അവിടുന്ന് ഗ്രാബ് ത്രൂ ടാക്സി ബുക്ക് ചെയ്തു. അങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി. ഹോട്ടൽ ക്യൂൻ സൈഗോൺ, അതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂമിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മൾ അഗോഡ ത്രൂ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 2 അഡൽസിന്റെ ഒരു റൂമിന് ഏകദേശം 1600 ആയത്. ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ പ്രൈസിങ്ങും കൂടെ പറഞ്ഞു പോവാണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങി. നമ്മൾ ഈ 2 അഡൽസിന്റെ റൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫാമിലി കൂടെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് 4 പേർക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു റൂമും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ റൂമും ഒരു ചെറിയ റൂമും അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂം ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലെ റിവ്യൂ കൂടെ വായിക്കാട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിൽ കണ്ടിരുന്നു 1300 പേര് റിവ്യൂ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ റിവ്യൂസ് നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. കൂടുതൽ പേര് പറഞ്ഞ എന്താ കാര്യമാണുള്ളത്. ആ ഒരു പേര് വിയറ്റ്നാം മാപ്പ് എടുത്തിട്ട് ആ ഒരു ഹോട്ടലിന്റെ പേര് അടിച്ചു കൊടുത്താൽ ഗൂഗിളിലെ റിവ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു അഡ്വാൻറ്റേജ്, നമുക്ക് നല്ലപോലെ ഫെമിലിയർ ആവും. നമുക്കൊരു അറിയാത്ത രാജ്യത്തേക്ക് പോകുന്ന ഒരു പേടി ഉണ്ടല്ലോ, അതുണ്ടാവില്ല. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം, നമുക്ക് ആൾറെഡി പരിചയമുള്ള ഒരു സ്ഥലം, പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ട് എല്ലാം പ്ലാൻ മെച്ചതാണ്. നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിയ പോലൊരു ഫീൽ. ആരെങ്കിലും ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തൊരു ഐറ്റിനറി പ്രകാരം നിങ്ങൾ പോകുമ്പോ ലൈക്ക് നിങ്ങൾ ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോ പോകാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അവര് പറയുന്ന അത്രയും ടൈം സ്പെൻഡ് ചെയ്യണോന്ന് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം നമ്മളുടെ ഒരു ഡിസിഷനിലാണ്, നമ്മളുടെ ഒരു ഇതിലാണത്, നമ്മളുടെ കൺട്രോളിലാണ് അത് ഉണ്ടാവുക. വളരെ എന്താ പറയാ, നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. കുറച്ച് ആപ്പ് നെറ്റൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, പുതിയ ടെക്നോളജി ഒക്കെ ഒന്ന് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ പോയത് ബൂലോങ് പഗോഡയിലേക്കാണ്. നമ്മൾ ടാക്സി എടുത്ത് നേരെ ബൂലോങ് പഗോഡ പോയി. ടാക്സി റേറ്റ്സ് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ എമൗണ്ട് ആണ് വരുള്ളൂ. ടാബില് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഡെബിറ്റ് കാർഡ് മുഖേന പേയ്മെന്റ് ആക്കാനും അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാനും ഉള്ളതുണ്ട്. നമ്മൾ ഡെബിറ്റ് കാർഡ് ആയിരുന്നു കുറച്ച് കൊടുത്തിരുന്നത്. കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കേണ്ടി വരും. നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്തതിനു ശേഷം നാട്ടിൽ നിന്ന് നമ്മൾ ഡോളേഴ്സ് കൊണ്ടുപോവുക, എന്നിട്ട് വിയറ്റ്നാമിൽ നിന്ന് നമ്മളത് വിയറ്റ്നാമീസ് ഡോങ്ങിലേക്ക് മാറ്റുക എയർപോർട്ടിൽ നിന്ന് തന്നെ. ഈ മണി എക്സ്ചേഞ്ച് സെന്ററുകളൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് മാറ്റാം. ടാക്സിയുടെ കാര്യം പറഞ്ഞത്, ടാക്സിയിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യാം. നാട്ടിൽ ഒരാൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അങ്ങനെ ക്യാഷ് പൊക്കോളും. അപ്പൊ നമുക്ക് ഈ ക്യാഷ് എണ്ണി കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ കൂടുതൽ പേയ്മെന്റും ഡെബിറ്റ് കാർഡ് ത്രൂ ആയിരുന്നു ടാക്സിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് പോയത് ബൂലോങ് പഗോഡ. അത് ഒരു അമ്പലം, അവിടുത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പൊ അവിടെ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നമ്മൾ കുറെ വീഡിയോസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുക, അതിനൊക്കെ കുറെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല ടൈം പോയി. രണ്ടാമതായിട്ട് നമ്മൾ പോയ ലൊക്കേഷൻ ഒരു കഫേ ആയിരുന്നു. നമ്മൾ മുന്നേ തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു കഫേ ആയിരുന്നു, കഫേ സാൻ വോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോയി, അതാണ് നമ്മളുടെ രണ്ടാമത്തെ ലൊക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് ടൈമിനനുസരിച്ചിട്ടാണ്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സൈഗോൺ സ്കൈഡക്ക് ഉണ്ട്, അതായത് വ്യൂ പോയിന്റ് ആണ്. പിന്നെ അതുപോലെ മാളുണ്ട്, ഒരു തക്കാഷിമായ ഷോപ്പിംഗ് മാൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് കാണേണ്ട ലൊക്കേഷൻസ്. ഇപ്പം ഇതല്ലാതെ വേറെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. അതൊക്കെ നിങ്ങൾ ലൈക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പഗോഡ താല്പര്യം ഉണ്ടാവില്ല, ഈ ടെമ്പിൾസ് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ലൊക്കേഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അവിടേക്കൊക്കെ നിങ്ങൾക്ക് ടാക്സി ഗ്രാബിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ചെറിയ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുലോങ് പഗോഡന്റെ അടുത്ത് നിന്നുള്ള ഒരു ക്യാൻറ്റീനായിരുന്നു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഒരു കഫേ സാൻ വോണിൽ എത്തിയത്.
പിന്നെ ഒരു ഈവനിങ് നൈറ്റ് ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ബുവിയൻ തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, ബുവിയൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പിന്നെ നമ്മൾ പോയത്. അവിടെ നിങ്ങൾക്ക് എന്താണ് സ്ട്രീറ്റ് വ്യൂ, പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഈ ഒരു 3 ലൊക്കേഷൻസ് ആയിരുന്നു മെയിൻലി ഈ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മളുടെ ഡേ 2 നമ്മളുടെ ഐറ്റിനറി പ്രകാരം നമ്മൾ രാവിലെ തന്നെ നമ്മൾ നേരെ ഫുക്കോക്കിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഇതിന്റെ ഒരു ജിയോഗ്രഫി പറഞ്ഞല്ലോ, സൗത്ത് നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതില് നമ്മളുടെ ഈ വിയറ്റ്നാമില് സൗത്ത് ഭാഗത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ് ഫുക്കോക്ക്. ചെറിയൊരു ഐലൻഡ് ആണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതും വിയറ്റ്നാമിന്റെ ഭാഗം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇറ്റിനറിയിൽ വേണോ വേണ്ട എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഈ വിയറ്റ്നാമിൽ യൂഷ്വലി ട്രിപ്പ് പോകുന്നവര് ഫുക്കോക്കും കൂടി ഉൾപ്പെടുത്തി മൊത്തമായിട്ട് അങ്ങനെ പോകുന്നവരും ഉണ്ട്. ഫുക്കോക്ക് പോവേ ചെയ്യാതെ നേരെ ഈ വിയറ്റ്നാം മാത്രമായിട്ട് അങ്ങനെ പോയി വരുന്ന ആൾക്കാരും ഉണ്ട്. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മള് ഫുക്കോക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഫുക്കോക്ക്. നേരത്തെ കാണിച്ച പോലെ ഇത് വിയറ്റ്നാം ഇത്രയും വലിയ രാജ്യത്തിന്റെ ഏറ്റവും സൗത്തിലായിട്ട് ചെറിയൊരു ഐലൻഡ് പോലെയാണ് ഫുക്കോക്ക് കിടക്കുന്നത്. അപ്പം ഫുക്കോക്കിൽ മെയിനായിട്ട് ഇപ്പോൾ ഈ സെൻട്രൽ പാർട്ട് ഉണ്ട്. ഇവിടെ എയർപോർട്ട് വരുന്നുണ്ട്. പിന്നെ എയർപോർട്ടിന്റെ മുകളിലോട്ട് പോകുന്ന ഫുക്കോക്ക് ടൗണ്, അതിന്റെ മുകളിലോട്ട് എന്താണ് ഗ്രാൻഡ് വേൾഡ്, വിൻ വണ്ടേഴ്സ്, പിന്നെ ഈ ഭാഗത്തായിട്ട് സ്റ്റാർഫിഷ് ബീച്ച്. ഇതാ സ്റ്റാർഫിഷ് ബീച്ച് ഇങ്ങനെയാണ് വരുന്നത്. താഴത്തോട്ടാണ് പിന്നെ നമ്മുടെ സൺവേൾഡ് വരുന്നത്. ഇവിടെ ഏറ്റവും സൗത്ത് പാർട്ടാണ് സൺവേൾഡ് വരുന്നത്. സൺവേൾഡിൽ നിന്നാണ് പിന്നെ നമ്മൾ കേബിൾ കാർ കയറിയിട്ട് ഇവിടെ ഹോംതോൺ ഐലൻഡ് ഇവിടേക്ക് വരുന്നത്. കണ്ടോ, ഈ ഐലൻഡിലോട്ട് നമ്മൾ കേബിൾ കാർ കയറിയിട്ടാണ് വരുന്നത്. അപ്പം ഇതിങ്ങനെ മാപ്പായിട്ട് കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുക്കോക്കിലോട്ട് നമുക്ക് ഫ്ലൈറ്റ് വഴി വരാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കപ്പൽ വഴി വരാൻ പറ്റും. നമ്മൾ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഫ്ലൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റും. മറ്റത് രാവിലെ ഇന്ന സമയത്തൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിന് വരുമ്പോൾ ജസ്റ്റ് ഒരു 1 hour ട്രാവലേ വരുന്നുള്ളൂ. മറ്റേത് അതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡേയ്സ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കപ്പലിൽ വരാം. പക്ഷെ പൊതുവെ ഫുക്കോക്കിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അധികമൊന്നുമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവാണ്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത് 3300 പെർ പേഴ്സൺ വന്നത്. പിന്നെ നമ്മൾ ഫുക്കോക്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം നമ്മൾ ആൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പ് ബോക്സ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. 2 days ആണ് നമ്മൾ ഫുക്കോക്കിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 daysലേക്ക് 1900 നമുക്ക് റേറ്റ് വന്നത്. ഫുക്കോക്കിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ മാപ്പിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പറഞ്ഞല്ലോ, മുകളില് ഗ്രാൻഡ് വേൾഡ്, വിൻ വണ്ടേഴ്സ്, ഏറ്റവും താഴത്താണ് സൺവേൾഡ്, നടുവിലാണ് എയർപോർട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എയർപോർട്ട് ഇപ്പം സെൻട്രലാണ് നമ്മൾ റൂം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വിൻ വണ്ടേഴ്സ് ഇതെല്ലാം കവർ ചെയ്തിട്ട് പിന്നെ റൂമിലോട്ട് വന്നിട്ട് അടുത്ത ദിവസം പിന്നെ താഴോട്ട് പോയിട്ട് അവിടുത്തെ എല്ലാം കണ്ട് പിന്നെ സെൻട്രലിലോട്ട് വന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മൾ റൂം എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഫുക്കോക്ക് നമ്മൾ ഈ സ്ലീപ്പർ ബോക്സ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ലീപ്പർ ബോക്സ് ഉള്ള റൂട്ടിലാണ് ഇവിടെ ഫുക്കോക്കിൽ ഫ്രീ ആയിട്ട് ഇലക്ട്രിക് ബസ് ഉണ്ട്. അവിടെ നമുക്ക് ടാക്സിക്ക് ചെലവില്ല. അതായത് ഇപ്പൊ ഇത് എയർപോർട്ടാന്ന് പറഞ്ഞല്ലോ, എയർപോർട്ട് തൊട്ടിട്ട് ഇങ്ങനെ എയർപോർട്ടിലോട്ടും ഫ്രീ ആയിട്ട് ബസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ബസ് ഓടുന്ന റൂട്ട് ഇതാണ്. അപ്പൊ നിങ്ങൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അതായത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് മാർക്കറ്റിലോട്ട്. പിന്നെ ഹോസ്റ്റലിലോട്ട് കയറുമ്പോൾ ഒരു കയറ്റം പോലെയാണ്. അത് മാത്രമേ അതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. ഈ കറക്റ്റ് ആ ടൗണിൽ നിന്ന് മാറി കുറച്ച് സ്വസ്ഥത ഉള്ള ഒരു പ്ലേസും ആണ്. ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. 12 ആയിരിക്കും ചെക്ക് ഇൻ ടൈം. അപ്പം അതിനേക്കാളും നേരത്തെയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അവര് ലഗേജ് അവിടെ കീപ്പ് ചെയ്യാനുള്ള പെർമിഷൻ തരും. അത് പിന്നെ അതിന് സമ്മതിക്കും. ചെറുതായിട്ട് നമുക്ക് ഫ്രഷനപ്പ് ആവണം എന്നുണ്ടെങ്കിലും അവര് അതിനുള്ള സൗകര്യം. ഫ്രഷനപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുക കാര്യങ്ങൾ പറ്റൂല. നിങ്ങൾക്ക് ജസ്റ്റ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാനോ ഒന്ന് വാഷ്റൂം പോകണമെങ്കിലൊക്കെ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലഗേജും അവിടെ കീപ്പ് ചെയ്തിട്ട് റൂം ചെക്ക് ഇൻ ചെയ്യാതെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നേരെ സൈറ്റ് സീയിങ്ങിനായിട്ട് പോവാം.
അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഗ്രാൻഡ് വേൾഡിലേക്കാണ്. അതായത് അതിന്റെ മുകൾ ഭാഗത്തേക്കല്ലേ, ഫുക്കോക്ക ഐലൻഡിന്റെ മുകളിലേക്കാണ്, മുകൾ ഭാഗത്തെ ഏരിയ ആണ് ഗ്രാൻഡ് വേൾഡ്. അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പോയത്. ഗ്രാൻഡ് വേൾഡ് അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിയറ്റ്നാമിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ അല്ലെങ്കിൽ ഇവിടെ ഐക്കാർഡൊക്കെ കൊടുക്കാം. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ പ്ലേസസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഗ്രാൻഡ് വേൾഡിൽ നമ്മൾ പോയി അവിടെ ലൊക്കേഷൻസ് സൈറ്റ് സീയിങ് എല്ലാം ചെയ്ത് ഗൊണ്ടോല റൈഡ് ഉണ്ട് അവിടെ. അതാണ് അവിടെ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാണാനുള്ള ഒരു ഇതാണ്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. കാണാനുള്ള കാഴ്ചകളാണ് കൂടുതൽ. ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൊണ്ടോല റൈഡ് ആണ്. 650 ആണ് ഒരാൾക്ക് അവിടെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് അതായത് ഈ ഗ്രാൻഡ് വേൾഡിലേക്ക് നമ്മൾ റൂമിന്റെ അവിടെ നിന്ന് പോയത് ഈ നേരത്തെ പറഞ്ഞ ആ ഫ്രീ ബസ്സിലാണ് കേട്ടോ. വിൻ ബസ് 17 അതായിരുന്നു ആ ബസ് നമ്പർ. ഓരോ ബസ്സിന് നമ്പർ ഉണ്ടാവും. അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നെങ്കിൽ നെറ്റിൽ കിട്ടും. നമ്മൾ നേരെ അന്ന് രാവിലെ നമ്മള് സ്ലീപ്പ് ബോക്സിൽ നിന്ന് നേരെ ലഗേജും വെച്ചിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ബസ് എത്തിയപ്പം ബസ്സിൽ കയറി ഗ്രാൻഡ് വേൾഡിൽ പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയാവുമ്പോൾ തിരിച്ചു വരികയാണ് ചെയ്തത്. തിരിച്ച് നമ്മൾ ഈ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. ബസ്സിൽ പോന്നിട്ട് ഈ പറഞ്ഞ പുൾമാൻ റിസോർട്ട്, ഒരുപാട് ഇന്റർനാഷണൽ ഹോട്ടൽ എയർപോർട്ടും കഴിഞ്ഞ സൗത്തിലോട്ട് ഉണ്ട്. ആ ബേന്റെ ഭാഗത്തായിട്ടാണ്. അവിടെ ഇറങ്ങിയതിനു ശേഷം പിന്നെ അവിടെ നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ സൺവേൾഡിലോട്ട് പോകുന്നത്. അതായത് ബസ് ഇറങ്ങി പിന്നെ നേരെ ടാക്സി എടുത്തിട്ട് സൺവേൾഡിലാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. ഗ്രാൻഡ് വേൾഡ് ആണ് ഫസ്റ്റ് പോയത്. അത് കഴിഞ്ഞ് സൺവേൾഡ് ആണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. മെയിൻലി നമുക്ക് കാണാനുള്ള കാര്യങ്ങളാണ്. അത് മാൻമെയ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുടെ അവിടെ കാണാൻ വീഡിയോസ് ഓൾറെഡി ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് മെയിൻലി ചെയ്യാനുള്ളത് കേബിൾ കാർ റൈഡ് ആണ്. കേബിൾ കാർ റൈഡ് ഉണ്ട്. കേബിൾ കാറിൽ നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ഐലൻഡിലേക്കാണ്. അതാണ് ഷൈന് നേരത്തെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചല്ലോ ഫുക്കോക്ക് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഉള്ളത് പൈനാപ്പിൾ ഐലൻഡ്, ഹോൺടോം ഐലൻഡ്. ആ ഒരു ഹോൺടോം ഐലൻഡിലേക്കാണ് നമ്മൾ കേബിൾ കാർ വഴി പോകുന്നത്. അവിടെ നമുക്കൊരു വാട്ടർ പാർക്ക് കാണാനുണ്ട്, ഒരു എക്സോട്ടിക്ക പാർക്ക് ഉണ്ട്. അവിടേക്കൊന്നും എക്സ്ട്രാ ടിക്കറ്റ് ഞങ്ങൾ പോയ സമയത്തില്ല. ഇനി അത് വരുമോ എന്നറിയില്ല. കുറെ റൈഡുകളുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതായത് കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടിക്കറ്റും ഫ്രീ ആണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്ലൂക്ക് വഴിയാവുന്നുണ്ട്. ക്ലൂക്ക് എന്ന് പറഞ്ഞാൽ അഗോഡ വലിയൊരു ആപ്പ് പോലെയുള്ള ഒരു ആപ്പാണ്. ക്ലൂക്ക് വഴിയാണ് നമ്മളെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് ഈ കേബിൾ കാർ റൈഡ്, ഈ ഹോൺടോം ഐലൻഡിലേക്കുള്ള ടിക്കറ്റ്, അക്വാടോപ്പിയ വാട്ടർ പാർക്ക്, എക്സോട്ടിക്ക പാർക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോൺടോം ഐലൻഡിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ സൺവേൾഡിലേക്ക് വരും കേബിൾ കാർ റൈഡ്. ആ തിരിച്ചുള്ള കേബിൾ കാർ റൈഡ് ടിക്കറ്റും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ വന്നിട്ട് നമുക്ക് കുറച്ച് ഷോസ് ഒക്കെ കാണാനുണ്ട്. അതിലൊരെണ്ണാണ് അവേക്കൻ സീ ഷോ. അത് 5:30 അതായത് ഹോൺടോം ഐലൻഡിൽ പോയി നമ്മൾ റിട്ടേൺ കേബിൾ കാർ റൈഡ് വന്ന് എത്തുന്നത് 5:30 ഉള്ളിൽ നമ്മൾ എത്തിയാൽ മാത്രമേ, ഈവനിങ് 5:30 നിങ്ങൾ തിരിച്ച് സൺവേൾഡിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, അവേക്കൻ സീ ഷോ കാണാൻ പറ്റുള്ളൂ. അത് നല്ല നേരത്തെ ഇറങ്ങിയാൽ മതി, കാരണം നല്ല തിരക്കായിരിക്കും ആ സമയത്ത്. നല്ല തിരക്കായിരിക്കും. എല്ലാവരും ഈ ഷോകളൊക്കെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്ന സമയമാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വരാൻ. 5:30 ഒരു അവേക്കൻ സീ ഷോ. അത് ഫ്രീ ആണ്, അതിന് ടിക്കറ്റ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോ ആണ് സിംഫണി ഓഫ് ദ സീ. അത് 7:45 കിസ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഷോ നടക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ടിക്കറ്റ്. മൂന്നാമത്തെ ഷോ കിസ് ഓഫ് ദ സീ, അത് 9 PM അപ്പം ഈ സിംഫണി ഓഫ് ദ സീയും അവേക്കൻ സീ ഷോയും കിസ് ഓഫ് ദ സീയും ഇതെല്ലാം നിങ്ങൾ കാണുന്നത് കിസ് ബ്രിഡ്ജിൽ നിന്നിട്ടാണ്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിൽ നിന്നിട്ടാണ് കാണുക. ഈ അവേക്കൻ സീ ഷോ അത് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ആ സമയമാകുമ്പോൾ ബ്രിഡ്ജിലേക്ക് കയറാം. എന്നിട്ട് ആ ഷോ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാവരെയും അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ അവിടുന്ന് എല്ലാവരെയും ഇറക്കും. പിന്നെ മറ്റേ 2 പ്രോഗ്രാംസിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ടിക്കറ്റ് വേണം. അപ്പൊ നമ്മൾ ഈ 5100 എടുക്കുന്ന ആ ഒരു പാക്കേജിൽ ഇതിനുള്ള ടിക്കറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് അതിന്റെ കൗണ്ടറിൽ കാണിച്ചിട്ട് നമ്മളുടെ ആ ഒരു പ്രിന്റഡ് ടിക്കറ്റ് വാങ്ങിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഈ ടൈം ആവുമ്പം ഒരു 6:30 തൊട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അകത്തേക്ക് ഒരു 6:30-7 മണിയാകുമ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നിങ്ങൾക്ക് സിംഫണി ഓഫ് ദ സീ കാണാം, കിസ് ഓഫ് ദ സീ. അതൊക്കെ നല്ല രസമുള്ള ഷോസ് ആണ്. അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്സ് നമ്മളുടെ ഷോർട്സിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിസ് ഓഫ് ദ സീ തുടങ്ങുമ്പം 9 മണിയായിരിക്കും. ഏകദേശം ഒരു 1 hour ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഷോ. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ തിരിച്ചു പോരാം. നമ്മൾ അവിടെ നിന്ന് ലൈക്ക് അതിൻ്റെ ഒരു 1 kilometer എവേ ആയിട്ടാണ് അടുത്തൊരു നൈറ്റ് മാർക്കറ്റ്, ഒരു സ്ട്രീറ്റ് ഉള്ളത്. ചോ ദെം വ്യൂ
ഫെസ്റ്റ് ബസാർ, അതാണ് അതിന്റെ പേര്. അപ്പൊ അവിടേക്ക് പോവാം. അവിടേക്ക് നമ്മൾ ഈ ടുക്ക് പോലത്തെ ചെറിയ വെഹിക്കിൾ ഉണ്ട് അവിടെ നിന്ന് തന്നെ, ഈ ഒരു സൺ വേൾഡിൽ നിന്ന് തന്നെ നമുക്ക് സൺസെറ്റ് ടൗണിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ അതെടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് ടാക്സി എടുത്ത് നേരെ നിങ്ങളുടെ റൂമിലേക്ക് വരാം. നമ്മൾ സ്ലീപ്പ് ബോക്സിലേക്ക് നേരെ തിരിച്ചു വന്നു. പിന്നെ ആ ഒരു ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐലൻഡ് ഹോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഐലൻഡ് ഹോപ്പിംഗ് നമ്മൾ അഗോഡ ത്രൂ തന്നെ ആയിരുന്നു, trip.com മുഖേനയായിരുന്നു ഐലൻഡ് ഹോപ്പിംഗ്. trip.com ത്രൂ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോൺ ടൂർസ് ആണ് നമ്മളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1900 ആണ് പെർ പേഴ്സൺ വന്നത്. അതിൽ ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ അഗോഡ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലാദ്യം ഹോട്ടൽസ്, ഫ്ലൈറ്റ്സ്, പിന്നെ ഏറ്റവും അപ്പുറത്തുണ്ടാവും ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ആ ആക്ടിവിറ്റീസ് എടുത്താൽ നമ്മളൊരു സ്ഥലം എടുത്തിട്ട് ആക്ടിവിറ്റീസ് എടുത്താൽ ആ സ്ഥലത്തുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരും. അത് അഗോഡ എടുത്തിട്ട് ഇപ്പം trip.com-ലെല്ലാം ഉണ്ട്. ഏതിലാണെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്കേജസ് ഏതിലാണെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി. നമ്മൾ ആക്ടിവിറ്റീസ് എന്നുള്ള ഇത് എടുത്തു. എന്നിട്ട് നമ്മൾ ഫുക്കോക്ക് നടിക്കുകയാണ്. ഫുക്കോക്ക് ഐലൻഡ് ഇപ്പൊ കണ്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഫിൽട്ടർ, അതായത് എത്ര റേറ്റിംഗ്, 4 റേറ്റിംഗിന് മുകളിലുള്ളത്, അതായത് ഒരുപാട് ആക്ടിവിറ്റീസിൽ ആൾക്കാർ പോയിട്ട് റേറ്റിംഗ് കൂടുതലുള്ളത് നമുക്ക് 4 റേറ്റിംഗിൽ മിനിമം ഉള്ളത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. റൂംസ് ബുക്ക് ചെയ്തപ്പോ വിൻ വണ്ടേഴ്സിന്റെ ടിക്കറ്റ് 2035 രൂപ, സൺ വേൾഡ് 1794, കിസ് ഓഫ് ദ സീ. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ഡിസ്ക്രിപ്ഷൻ തന്നെ പറയും എപ്പോഴാണ് എത്തേണ്ടത്, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്തിന്റെ ടിക്കറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതെല്ലാം ഉണ്ടാവും. കോംബോ ടിക്കറ്റ് പോലെ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ട് അല്ലാണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അഡീഷണൽ ഇൻഫോ ഒക്കെ എടുത്താൽ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കും. ഐലൻഡ് ഹോപ്പിങ്ങിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ trip.com മുഖേനയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് എല്ലാം കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിവ്യൂസ് കൊടുത്തത് അല്ലെങ്കിൽ അതുപോലെ റേറ്റിന്റെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പോൾ ഐലൻഡ് ഹോപ്പിംഗ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് അന്നത്തെ തലേ ദിവസം ആയിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ നാളത്തെ ദിവസം എവിടെയാണ് ഹോട്ടൽ എന്നുള്ള കാര്യം ചോദിക്കും. അതേപോലെ ബുക്ക് ചെയ്യുന്ന സമയത്തും അതിൽ കാണിക്കും എവിടെ ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് പിക്കപ്പ് സർവീസ് ഉള്ളതെന്നും കൂടെ കാണിക്കും. അപ്പൊ അതുകൂടെ നോക്കിയിട്ടാണ് ഫുക്കോക്കിൽ നമ്മളിപ്പോ ഈ സ്ലീപ്പർ ബോക്സ് ഹോസ്റ്റൽ എന്നുള്ള റൂം എടുത്തത്. നമ്മളുടെ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു അവരുടെ പിക്കപ്പ് പോയിന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ രാവിലെ എണീറ്റ് വന്ന് അതിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവും, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അത് കഴിച്ച് നിൽക്കുമ്പോഴത്തേക്കും ബസ് വരും, ബസ് കയറി പോവാം. സിമ്പിൾ ആണ്. തലേന്ന് അവർ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഗൈഡ് തന്നെ കൂടെ ഉണ്ടാവും. ഏറ്റവും ജനറലി ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ സ്നോർക്കലിംഗ് ചെയ്യാം, നമുക്ക് സ്വിമ്മിങ് ചെയ്യാം, ഫിഷിംഗ് ഒക്കെ ചെയ്യാം, ഫിഷിംഗ് എല്ലാം ചെയ്യാം. അപ്പം സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അതിന്റെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫിഷിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവർ ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ സീ വാക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അതിന്റെ എമൗണ്ട് ഈ 1900 ഇൻക്ലൂഡഡ് അല്ല, സെപ്പറേറ്റ് ആണ്. പെർ പേഴ്സൺ 5000 ആണ് കോസ്റ്റ് വരിക. പക്ഷെ വർത്ത് ആണ്. അപ്പൊ ഞാനും ഷായും അതിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കടലിന്റെ അടിയിലൂടെ നടക്കാം, കാഴ്ചകളെല്ലാം കാണാം. പിന്നെ അവര് 4K വീഡിയോയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ പാക്കേജ് ചെയ്യേണ്ട നമുക്ക് അഗോഡയിലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പിക്കപ്പ്, ഡ്രോപ്പ്, ഫുഡൊക്കെ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയാലേ അറിയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരുടെ ഒരു ഗൈഡ് ഒക്കെ തന്നെ കിട്ടും. അപ്പൊ പിന്നെ അവർ തന്നെ നമ്മളെ കൊണ്ടുപോകലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലൈക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ടാകും. അത് നിങ്ങൾ ഈവൻ ഫുഡിന്റെ മെനുവും അതിലുണ്ടാവും അല്ലേ, ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ റൂമിലേക്ക് എവിടെയാണോ നമ്മളെ പിക്ക് ചെയ്തേ അവിടേക്ക് തന്നെ തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് ഐലൻഡ് ഹോപ്പിങ്ങില്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് എന്തായാലും റെസ്റ്റ് ചെയ്യേണ്ടി വരും. സ്വിമ്മിങ്ങും സ്നോർക്കലിംഗും എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് ടയർഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ സ്ലീപ്പ് ബോക്സിലാണ് നിങ്ങൾ റൂം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ അടുത്തുള്ള നൈറ്റ് മാർക്കറ്റിലേക്ക്, ചോഡം ഫുക്കോക്ക്, അതാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫുക്കോക്കിൽ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങണം. ഏർലി മോർണിംഗ്, അതായത് നമ്മളുടെ 4ാമത്തെ ദിവസമാണ് ഇത്. അപ്പം ഏർലി മോർണിംഗ് ഇറങ്ങി നമ്മൾ സ്റ്റാർ ഫിഷ് ബീച്ചാണ് കാണാൻ പോകുന്നത്. നേരത്തെ ആ ഒരു മാപ്പിൽ കാണിച്ച സമയത്ത് സ്റ്റാർ ഫിഷ് ബീച്ചും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏർലി മോർണിംഗ് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് ഒക്കെ വല്ലാതെ വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീച്ചിൽ നിന്ന് സ്റ്റാർ ഫിഷ് ഒക്കെ ഇങ്ങനെ
കടലിലോട്ട് തന്നെ പോവും, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ എണീറ്റ് പോവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും ഒരു 9 o'clock ആയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം പോവാനുണ്ട്, ടാക്സി എടുത്തിട്ടാണ് നമ്മൾ അവിടെ പോകേണ്ടത്, അല്ല ബസ് സർവീസും ഉണ്ട് തോന്നുന്നു അല്ലേ? സർവീസ് ഉണ്ട്, പക്ഷെ എന്നാലും ബസ് ഡയറക്റ്റ് എടുക്ക് പോലെ കുറച്ച് ഉള്ളിലോട്ട് പോവാണ്ട് പറഞ്ഞില്ലേ ആ റൂട്ടിന് പോയിട്ട് പിന്നെ നമ്മൾ ടാക്സി എടുത്ത് പോകേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഫുക്കോക്ക് തന്നെ ടാക്സി എടുത്ത് പോവാ. അപ്പൊ നമ്മള് എൻക്വയറി ചെയ്തപ്പോ പിന്നെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉള്ളിലേക്ക് പോകാനുണ്ട്. അത് മെയിൻ സ്റ്റാർ ഫിഷ് ബീച്ച് എന്ന് പറയുന്നത്, അതായത് അവിടെ എത്തി സ്റ്റാർ ഫിഷ് ബീച്ചിൽ എത്തി പിന്നെ ബോട്ട് സർവീസ് എടുത്ത് അതിന്റെ ഉൾവശങ്ങളിലേക്ക് പോകണം, എന്നാലാണ് നല്ലോണം സ്റ്റാർ ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ട് നമ്മൾ സ്റ്റാർ ഫിഷ് ബീച്ച് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് നിങ്ങൾ ഇറങ്ങണം, എന്നാല് നിങ്ങൾക്ക് എല്ലാം കണ്ട് തിരിച്ചു. ഇതെല്ലാം നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാട്ടോ പറയുന്നത്. അത് ഇപ്പോൾ 2000 രൂപ 3000 രൂപ 4000 6000 ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 2500 3000 രൂപയുടെ ഒക്കെ ടിക്കറ്റ് ഇപ്പൊ അന്ന് ഉച്ചക്ക് 3 മണിക്കാണ് തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിലോട്ട് ഫുക്കോക്കുന്നുള്ള ഫ്ലൈറ്റ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കാം ഫ്ലൈറ്റ്. അതൊക്കെ നിങ്ങളുടെ അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം കിട്ടും. നമ്മൾക്ക് ഈ ഒരു ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നമുക്ക് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ കോഫീസും കാര്യങ്ങളും ഉണ്ട്. വിയറ്റ്നാമീസ് കോഫിയൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്. അപ്പൊ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് അങ്ങനെ നിന്ന് നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് 3 PM വൈകുന്നേരം 3 മണിക്കായിരുന്നു നമുക്ക് തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള ഫ്ലൈറ്റ്. അതിന് നമുക്ക് റേറ്റ് വന്നത് 4500 ആണ് പെർ പേഴ്സൺ. അതും നമ്മൾ ഫ്രീ ബസ് എടുത്തിട്ടാണ് എയർപോർട്ടിലേക്ക് വന്നത്. നിങ്ങൾക്കൊരു 4 ഡേയ്സിന്റെ ട്രിപ്പാണ് നിങ്ങളുടെ പ്ലാനിലുള്ളൂ. ഒരു 50K ബഡ്ജറ്റിൽ, അതായത് ഒരു 50,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹോച്ചിമിൻ സിറ്റിയും ഫുക്കോക്കും കറങ്ങി തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിൽ വന്ന് നാട്ടിലേക്ക് പോരാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്കൊരു 80K 90K ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഫുക്കോക്ക് പ്ലസ് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിയറ്റ്നാമിന്റെ മറ്റ് റീജിയണുകളും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി ഫുക്കോക്ക് ഒഴിവാക്കിയിട്ട്, അതായത് ഈ ഒരു ഐലൻഡ് ട്രിപ്പ് ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിയറ്റ്നാമിന്റെ മറ്റു ഭാഗങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 35K മാക്സിമം ഒരു 40K അത്രേ വരുള്ളൂ. അതായത് ആ വിയറ്റ്നാം മൊത്തം കാണാൻ. ഫുക്കോക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടാണ് ഇത്ര റേറ്റ്. അതായത് അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അത്ര എമൗണ്ട് വന്നത്. നേരെ മറിച്ച് നമ്മൾ അത് പോവാതെ വിയറ്റ്നാമിന്റെ മറ്റു ഭാഗങ്ങളിൽ സൗത്ത് നോർത്ത് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 35K മാക്സിമം പോയാൽ 40 ഒക്കെയാണ് വരുള്ളൂ, ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. ഏകദേശമാണ് ഞാൻ പറയണേ, സീസണിന് ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതാണ് ചാർജസ്. അപ്പം നമ്മുടെ ഫാമിലി ഇതുവരെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അവര് പിന്നെ നാട്ടിലേക്ക് പോന്നു. പിന്നെ ഞാനും ഷായും മാത്രമായിട്ടാണ് വിയറ്റ്നാമിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ അന്ന് ഹോച്ചിമിനിൽ നിന്ന് നേരെ ഹാനോയിലോട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മാപ്പിൽ കാണിച്ചല്ലോ. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഹോച്ചിമിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 11,000 ആണ് പെർ പേഴ്സൺ അത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പിന്നെ ഹോച്ചിമിന്ന് കൊച്ചിയിലേക്കല്ല, നേരെ ഹനോയിലേക്കാണ് പോകുന്നത്. അത് 7,000 ആണ് പെർ പേഴ്സൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വരിക. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം ഹോച്ചിമിന്നിൽ നിന്ന് ഹാനോയിലോട്ട് ബസ്സും ഉണ്ട്, അതുപോലെ ഹാനോയിൽ നിന്ന് സാപ്പ ഞാൻ പറഞ്ഞല്ലോ വിയറ്റ്നാം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ അവര് മെയിൻ സിറ്റീസ് ഒക്കെ തമ്മിൽ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് 24 മണിക്കൂർ 18 മണിക്കൂറൊക്കെ ടൈം എടുക്കും. അപ്പൊ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് ഹാനോയിലോട്ട് പോയത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയല്ല, വിയറ്റ്നാം മൊത്തം ഇങ്ങനെ ഫുക്കോക്ക് ഒന്നും പോകണില്ല, വിയറ്റ്നാം മൊത്തം കണക്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഹോച്ചിമിന്ന് നേരെ ഹനോയി പോയി ഹനോയിന്റെ പിന്നെ നാട്രാങ്ങോ, അതായത് നിൻബിൻ നാട്രാങ് അങ്ങനെ നിൻബിൻ, അത് കഴിഞ്ഞ് പിന്നെ നാട്രാങ്, അത് അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അതൊന്നും നമ്മൾ പോയിട്ടില്ല. നിൻബിനും നാട്രാങ്ങും നമ്മൾ പോയിട്ടില്ല. മറ്റ് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ബസ്സിന് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒക്കെ പറ്റും. അങ്ങനെ കവർ ചെയ്തിട്ട് പോകും. കുറച്ചും കൂടെ ഡേയ്സ് ഉണ്ടെങ്കിൽ ബസ്സിന് പോകുന്നതും കൂടെ എക്കണോമിക്കലും ആണ്. എക്കണോമിക്കലും കൂടെയാണ്. പിന്നെ ഹനോയില് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നമ്മൾ ഹനോയില് രാത്രി നമ്മള് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെ. അപ്പം ഒരു 7:45 ഫ്ലൈറ്റ് കയറി നമ്മള് ഹനോയിലൊരു ഒരു 9-10 മണിയാകുമ്പോ എത്തുന്ന പോലെ ആയിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 1 മണി ഏകദേശം ആ ഒരു സമയമായി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ടാക്സി എടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക്. അവിടെ നമ്മൾ എയർപോർട്ടിന്റെ അടുത്തായിട്ടല്ല റൂം എടുത്തത്. കാരണം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നമുക്ക് സാപ്പയിലേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ് സർവീസ് മാത്രമേ സാപ്പയിലേക്കുള്ള, അവിടെ എയർപോർട്ട് ഇല്ല.
അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ബസ്സിന്റെ പിക്കപ്പ് പോയിന്റ് എവിടെയാണ് നോക്കി അതിനടുത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അത് കറക്റ്റ് ഹനോയ് സെൻട്രലിൽ തന്നെയാണ് അല്ലെ? ഹനോയ് സെൻട്രൽ തന്നെയാണ്. ബസ് എയർപോർട്ടിന്റെ സർവീസ് അടുത്തല്ല. ബസ് ഓരോ 15 മിനിറ്റ് അരമണിക്കൂർ മുമ്പൊക്കെ ബസ് ഉണ്ട്. പക്ഷെ ചില ബസ്സിനൊന്നും അത്ര നല്ല റിവ്യൂ ഇല്ല. അപ്പൊ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു ബസ് അത് 6:30ക്കോ 5:30ക്കോ എത്രയും നേരത്തെ എത്തുന്നോ അത്രയും നേരത്തെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും സാപ്പയിലോട്ട്. വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട്. അവിടെ പെട്ടെന്ന് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അധികം വ്യൂസ് കാര്യങ്ങളൊന്നും പിന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊരു 6:30ക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബസ് നമ്മൾ ബുക്ക് ചെയ്തത് ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ആണ്. നമ്മള് ബുക്ക് ചെയ്ത ബസ് എന്ന് പറയുന്നത് സ്ലീപ്പർ ബസ് ആണത്. ഒരു ഇഷ്ടംപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിലുണ്ടാവും. പക്ഷെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും അങ്ങനെയും വരുന്നുണ്ട്. അത് നമ്മളെല്ലാം റീഡ് ചെയ്ത് നോക്കണം. ക്ലൂക്ക് ആപ്പ് എടുത്ത് നമ്മൾ ആ ഒരു ബസ് സർവീസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ബുക്ക് ചെയ്ത് ഇങ്ങനെയായിരുന്നു. അതായത് ഹനോയ് അല്ലേ, ഹനോയ് ടു സാപ്പ ലവ് ബസ് ക്ലൂക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാല് ഇതാ കണ്ടോ, ഹനോയ് സാപ്പ സ്ലീപ്പർ ബസ് ബൈ ഇന്റർ ബസ് ലൈൻ. ഇന്റർ ബസ് ലൈൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് കണ്ടോ, നല്ല നല്ല രസമുള്ള ബസ്സാണ്. അതുപോലെ ഇവരുടെ സർവീസും ഓക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എവിടുന്നാണ് നമ്മൾ കയറുന്നതല്ല, നമ്മൾ ആ ടിക്കറ്റ് അവർ മെയിൽ ചെയ്ത് തരിക ചെയ്യുക. ആ ടിക്കറ്റിൽ അവർ കാണിക്കും എവിടുന്നാണ് രാവിലെ പിക്കപ്പ് ഉള്ളതെന്നല്ല. ഒരു 5-10 മിനിറ്റ് ഒക്കെ മാക്സിമം അവർ വെയിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് മാക്സിമം ബസ് മിസ്സാവാതെ നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെയാണ് നമ്മൾ കയറുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട സീറ്റ് നോക്കി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് കപ്പിൾ ബെഡ് പോലെ അങ്ങനെയാണ് ബസ്സിനകത്ത്. നമുക്ക് രണ്ടുപേർക്ക് ഒരൊറ്റ ബെഡ് ഷെയർ ചെയ്യുന്ന പോലെ അങ്ങനെ വ്ളോഗിലുണ്ട്, ക്ലിപ്സ് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട സീറ്റ് ഒക്കെ നോക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കയറണം. അതായത് നമുക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ഹനോയി ഇറങ്ങിയല്ലോ, എയർപോർട്ടിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ബസ് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കെന്ന് പറഞ്ഞാല് ബസ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരുപാട് പേര് കയറി അവർക്ക് വേണ്ട സീറ്റുകളൊക്കെ അവർ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. ഇത് ഹനോയി സിറ്റിയും ഹനോയി എയർപോർട്ടും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. 1.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പൊ നമ്മള് ഹനോയ് സിറ്റിയില് ഒരു നല്ലൊരു റൂമായിരുന്നു. അത് അത്യാവശ്യം നല്ല റൂമായിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഈ ഒരു സിറ്റിയിലേക്ക് വരാൻ നമുക്ക് അത്യാവശ്യം ടാക്സി എമൗണ്ട് ആയി. 4000 സംതിങ് നമുക്ക് എമൗണ്ട് വന്നു. 4700. അതായത് ഒരു ലൈക്ക് 10 മണിക്ക് നമ്മൾ ഹനോയിൽ എത്തേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു 12 മണിയൊക്കെ ആയിട്ട് ഹനോയിൽ എത്തിയപ്പോ, ഹനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയപ്പോ അപ്പൊ ആ സമയത്തൊക്കെ അത്യാവശ്യം ഒരു ഗ്രാബിലൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് റേറ്റ് വാങ്ങിക്കും. അങ്ങനെ 4700 രൂപയും നമുക്ക് ടാക്സിക്ക് റൂമിലേക്ക് വരാനായിട്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് നമുക്ക് ബസ്സായിരുന്നു. 6:30ക്ക് നമ്മൾ നേരെ സാപ്പയിലേക്ക് പോയി. ബസ്സിന്റെ ചാർജസ് ഒക്കെ ആണെങ്കിലും വളരെ കുറവാണ്. 600 രൂപ മാത്രമാണ് ഇതിന് വന്നിട്ടുള്ളൂ. 6 മണിക്കൂർ ട്രാവൽ ഉണ്ട്. 6-7 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചോര ഹിൽ ടോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് സാപ്പ എന്ന് പറയുമ്പോൾ. ഇതിനിടയിൽ ഫുഡ് കഴിക്കാൻ അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിർത്തും. അവിടെ നിന്ന് നമുക്ക് ചെറിയ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ സാപ്പയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത് ലിറ്റിൽ വ്യൂ ഹോം സ്റ്റേ ആണ്. അതിന്റെ ഫോട്ടോസ് കൊടുക്കാം. മാർക്കറ്റ് അടുത്തുണ്ട്. ഒരുപാട് റഷുള്ള ഏരിയ അല്ല. നല്ല നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1700 ആണ് പെർ ഡേ കോസ്റ്റ് വന്നത്. ആ ദിവസം നമ്മൾ അതായത് 12:30ക്ക് എത്തി. നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ വൈകുന്നേരം സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ആൽപൈൻ കോസ്റ്ററിലേക്കാണ് നമ്മൾ പോയത്. നേരെ റൂമിന്റെ അവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് നമ്മൾ ആൽപൈൻ കോസ്റ്ററിന്റെ അവിടേക്ക് പോവാ ചെയ്തത്. അത് 5 PM വരെ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം പിന്നെ പോരാത്തതിന് നല്ല നല്ല ബ്ലോക്ക് ഉണ്ടാവും. കാരണം കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻട്രി ഉണ്ട്. വൈകുന്നേരമൊക്കെ പറഞ്ഞ പോലെ ആ ഒരു റോഡ് സെയിം റോഡാണ്. നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ നേരത്തെ ഇറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽപൈൻ കോസ്റ്ററിൽ കയറാൻ പറ്റൂല. നല്ല രസമുള്ള ആക്ടിവിറ്റിയാണ്. ആൽപൈൻ കോസ്റ്ററിന് 680 680 രൂപയാണ് പെർ പേഴ്സൺ വന്നത്. ക്ലൂക്ക് ത്രൂ ആണ് നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൽപൈൻ കോസ്റ്ററും അതിന്റെ വീഡിയോസ് എല്ലാം ഉണ്ട്, പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മള് റൂമിലേക്ക് വന്ന് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നില്ല, നേരെ നമ്മള് റൂമിന്റെ ഭാഗത്ത് തന്നെയാണ് നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അതെല്ലാം നടന്നു കണ്ടു. ഫുഡും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തു. മാർക്കറ്റ് കാണാൻ നല്ല അടിപൊളിയാണ്. എന്ത് ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ കുതിര, മാൻ, ഇങ്ങനത്തെ ഇറച്ചി കാര്യങ്ങളെല്ലാം കിട്ടും. സൂപ്പറാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് എണീക്കണം വീണ്ടും. കാറ്റ് വില്ലേജ് ആണ് ഈ ഒരു ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. മോർണിംഗ് 6 AM മുതൽ കാറ്റ് വില്ലേജ് ഓപ്പൺ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 8:30-9 മണി ആകുമ്പോഴാണ് പോവാൻ തന്നെ ഇറങ്ങിയത്.
ഈ പറഞ്ഞ പോലെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. കാരണം നല്ല റഷാണ് അവിടേക്കുള്ള ഒരു ഇത്. കാലിക്കറ്റ് വില്ലേജ് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം നമ്മളൊരു മലയുടെ സൈഡിൽ നിന്ന് പിന്നെ താഴത്തോട്ട് ഇറങ്ങി പോകുന്ന റൂട്ടാണ്. അപ്പോൾ കാലിക്കറ്റ് വില്ലേജിലോട്ട് അവര് ബൈക്കിന് എത്തിച്ച് തരികയാണ് ചെയ്യുക. അതിന് എൻട്രൻസ് വരെ ടാക്സി ഉണ്ട്. ടാക്സി നമ്മളെടുത്ത് കാലിക്കറ്റ് വില്ലേജിന്റെ ആ ഒരു എൻട്രി പോയിന്റ് വരെ, എൻട്രൻസ് പോയിന്റ് വരെ നമ്മൾ അങ്ങനെ പോകും, ടിക്കറ്റ് കൗണ്ടർ വരെ. ടിക്കറ്റ് എമൗണ്ട് വരുന്നത് 150 VND, 150,000 VND ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 500 rupees ആണ് ടിക്കറ്റ് കോസ്റ്റ് വരുന്നത്. ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് അടുത്തായിട്ട് തന്നെ ഒരുപാട് ഡ്രസ്സ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ, ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങൾ റെന്റിന് എടുക്കുകയാണ് ചെയ്യുക. നമുക്ക് ഏത് ഔട്ട്ഫിറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യണം കേട്ടോ. നല്ല എമൗണ്ട് ആണ് പറയുക. നമ്മൾ അതിലൊക്കെ ആദ്യം തന്നെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടോട്ടൽ മേക്ക് ഓവറിന് പെർ പേഴ്സൺ 1000 ആണ് വന്നത്. 300,000 VND, 1000 രൂപ, ഇന്ത്യൻ റുപ്പി 1000 ആണ് വന്നത്. എന്നിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളെ ബൈക്കിൽ ഒരാള് ഒരു ബൈക്കും അങ്ങനെ അവര് ഈ നടന്നും പോകാൻ പറ്റും. നടന്നു പോകണമെങ്കിൽ കുറച്ചധികം നടക്കാനുണ്ട്, ഇഷ്ടം പോലെ നടക്കാൻ കഴിയൂല, അത് ബൈക്കിൽ തന്നെ പോകണം. അപ്പൊ ബൈക്കിൽ അവർ ആക്കി തരും. എന്നിട്ട് അവര് വാട്സപ്പിൽ നമുക്ക് ഫോട്ടോ അയച്ചു തരും. അവരുടെ ബൈക്കിന്റെ ആളെ ഫോട്ടോ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും. തിരിച്ച് റിട്ടേണിന്റെ സമയമാകുമ്പോൾ അവരൊന്ന് വിളിച്ചാൽ മതി. അവരവിടെ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ തിരിച്ചാക്കി തരും. അത് ജസ്റ്റ് ഒരു 100 രൂപയാണ് ഉള്ളൂ അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ബൈക്കിന്. തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ ബൈക്ക് കയറിയ അവിടേക്ക് തന്നെ നമ്മളെ തിരിച്ചാക്കി തരും ചെയ്യും. അപ്പൊ ഈ കാറ്റ് വില്ലേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് കാണാനുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കാം. പിന്നെ അവരുടെ ഒരു കൾച്ചറൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തണം. നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടണം. ഞങ്ങൾക്ക് അവിടെ അധികം നേരം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് തിരിച്ച് ഫ്ലൈറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു അവിടെ നിന്ന് ഒരു ഉച്ചക്ക് ഒരു 11:30-12 മണി ആകുമ്പോഴത്തേക്കും തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ സാപ്പയിൽ നിന്ന് ഹാനിയിലോട്ട് തിരിച്ച് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഉണ്ടല്ലോ, അതിന്റെ റിട്ടേൺ ഉണ്ടായിരുന്നു. ആ ബസ് തന്നെയാണ് നമ്മള് തിരിച്ചു എടുത്തത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 600 പെർ പേഴ്സൺ. പിന്നെ നിങ്ങൾ ക്ലോക്കിൽ ഈ ബസ് ബുക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്, നമുക്ക് ഒരാൾക്കാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. അഡീഷണൽ നമ്മളെ കൂടെ ഉണ്ടല്ലോ, കാരണം കപ്പിൾസിനായിട്ട് അങ്ങനെ ഒരു ബെഡ് പോലെ പിന്നെ ഒരു കർട്ടൺ ആയിരിക്കും. അപ്പൊ നമ്മളെ കൂടെ ഉള്ള ഒരാൾക്കുള്ള എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കണം. അത് ആ ടിക്കറ്റിന്റെ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മെയിൽ തരിക ചെയ്യാം. അതിന്റെ താഴത്ത് എഴുതിയിട്ടുണ്ടാവും ഇത്ര രൂപയാണ് സെക്കൻഡ് പേഴ്സൺ ആവുന്നത്. ആ സെക്കൻഡ് പേഴ്സണിനെ കൂടി കൂട്ടിയിട്ടാണ് 600 രൂപ എന്ന് പറഞ്ഞത്. 2 പേർക്കാണ് 600 രൂപ കേട്ടോ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലോക്കിൽ പറഞ്ഞതിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ആണ് അവർ വാങ്ങിച്ചത്, സെക്കൻഡ് പേഴ്സൺ വാങ്ങിച്ചതുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങിയത് ഹാനോയ് എയർപോർട്ടിലാണ്. നമ്മൾ ഹാനോയ് ടൗണിലോട്ട് വന്നിട്ടില്ല, കാരണം നമ്മൾ അവർ എയർപോർട്ടിലും ആണെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് ഹാനോയിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ പോയതായിരുന്നു സാപ്പയിലേക്ക്. ആ ഡ്രൈവറോട് പറഞ്ഞാൽ മതി ഹാനോയ് എയർപോർട്ടിലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നേരത്തെ കുട്ടി പറയണം കേട്ടോ, നേരത്തെ കുട്ടി പറയണം. ഇല്ല, തൽക്കാലം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിമിഷ്ടം. അപ്പം അങ്ങനെ നമ്മള് സാപ്പയിൽ നിന്ന് നേരെ ബസ് എടുത്ത് ഹനോയ് എയർപോർട്ടിൽ വന്നിട്ട് ഇറങ്ങി. ഫ്ലൈറ്റ് എടുത്ത് നേരെ നമ്മള് എവിടെ പോയി? നെക്സ്റ്റ് ദനാങ്ങിലാണ് പോയത്. ദനാങ് ആണ് നമ്മളുടെ അടുത്ത ലൊക്കേഷൻ. അപ്പൊ ദനാങ്ങില് നമ്മള് എപ്പോ എത്തി? ദനാങ്ങില് നമ്മള് ഏകദേശം ഒരു ലൈക്ക് ഹനോയിന്ന് നമ്മള് നൈറ്റ് ആണല്ലോ പോകുന്നത്. അപ്പൊ ഒരു 12:30 പുലർച്ചെ ഒരു 12:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ദനാങ്ങിൽ എത്തിയത്. ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത് 4400 ആണ്. ഹനോയ് ടു ദനാങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വന്നത്. ദനാങ്ങിൽ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ടാക്സി എടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് വന്നു. റൂം സാന്റോറി ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 2 ഡേയ്സിന് 2900 ആണ് എമൗണ്ട് വന്നത്. 2 ഡേയ്സിന് ഭയങ്കര ടോട്ടലി വെർത്ത് ആട്ടോ. നല്ല ഇൻഫിനിറ്റി പൂള്, ബീച്ച് വ്യൂ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു ഈ ഒരു സാന്റോറി ഹോട്ടല്. നമ്മൾ നേരെ ഉറങ്ങി. പിറ്റേ ദിവസമാണ് നമ്മള് ദനാങ്ങിലുള്ള നമ്മളുടെ സൈറ്റ് സീയിങ്. അപ്പൊ ദനാങ്ങിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത് ബാന ഹിൽസ് ആണ്. ബാന ഹിൽസും പിന്നെ ഗോൾഡൻ ബ്രിഡ്ജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ബുദ്ധന്റെ 2 കൈകൾ ഇങ്ങനെ ഉള്ള ആ ഒരു ബ്രിഡ്ജ്, ഇതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഈ ബാന ഹിൽസിലേക്കുള്ള എൻട്രി ടിക്കറ്റ്, പിന്നെ കേബിൾ കാറ് അതിന്റെ ടിക്കറ്റ്, ഗോൾഡൻ ബ്രിഡ്ജ്, ഫ്രഞ്ച് വില്ലേജ്, പിന്നെ ഒരു ലിനോങ് പഗോഡ, പിന്നെ ഒരു ഡീബെ വൈൻ സെല്ലർ, പിന്നെ ബഫേ ലഞ്ച്, ഇതെല്ലാം അടിപൊളിയായിട്ടോ. ടോട്ടലി നമ്മുടെ നാട്ടിൽ പോലും അത്രയും വെറൈറ്റിയിൽ നമുക്ക് ബൊഫേ, ഇന്റർനാഷണൽ ബൊഫേ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അടിപൊളി ബൊഫേ, അത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് 4900 ആണ് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അഗോഡ ത്രൂ ആയിരുന്നു ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ തന്നെ ഇപ്പൊ ബൊഫെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഇന്ന സാധനം ഒഴിവാക്കാൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും.
അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ബുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവർ പിക്കപ്പ് ചെയ്യും, അവർ പറയും ഇന്ന പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാവരും ചെയ്യും. നമ്മൾ അതുപോലെ ടിക്കറ്റ് ഒക്കെ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി നോക്കേണ്ടത് ഇതുപോലെയാണ്. ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കുക, അവർ പറയും ഇന്ന ഏരിയകളിലുള്ള ആൾക്കാരെ അവർ പിക്ക് ചെയ്യും എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ദൂരൊക്കെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന ഏരിയയിലോട്ട് എത്തിയാൽ മതി എന്ന് പറയും. അപ്പൊ നമുക്ക് ആ എത്തേണ്ട റിസ്കും കൂടെ നമ്മൾ കാണണം. മറ്റേത് അതിനനുസരിച്ച് നോക്കി റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നേരെ അവര് വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പൊ അതാണ് മെച്ചം. പിന്നെ ഈ ഒരു പാക്കേജിൽ തന്നെ ആൽപൈൻ കോസ്റ്റർ ഈ പറഞ്ഞ ദനാങ്ങില് ബാന ഹിൽസിലും ആൽപൈൻ കോസ്റ്റർ ഉണ്ട്. പക്ഷെ നമ്മള് സാപ്പയിലാണ് നമുക്ക് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ ഒന്നും കൂടെ ഇഷ്ടമായി, അതുകൊണ്ടാണ് സാപ്പയില് ചെയ്തത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ബാന ഹിൽസിൽ നമ്മൾ ആൽപൈൻ കോസ്റ്റർ എടുത്തിട്ടില്ല. അതും കൂടെ നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു വട്ടം ചെയ്തതുകൊണ്ട് അത് ഒഴിവാക്കി. ബാന ഹിൽസും ഒക്കെ നല്ല വേർത്താണ് പോയി കാണാനും. ആ ഒരു ഫ്രഞ്ച് വില്ലേജ് എല്ലാം നല്ല നൈസാണ്. നമ്മൾ അവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് തിരിച്ചു പോരുന്നത്. നമ്മള് റൂമിലെത്തി. ഈ പറഞ്ഞ ഇൻഫിനിറ്റി പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു കാം ഈവനിങ് ഒക്കെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത ദിവസം 8ാമത്തെ ഡേയില് നമ്മൾ ഈ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു സാന്റോറി ഹോട്ടലില്. നമ്മൾ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നമുക്ക് ഒരു 11:20 ആയപ്പോഴായിരുന്നു 11:30 സമയത്തായിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ്. ബനായിൽസ് കഴിഞ്ഞ് നമ്മൾ രാത്രി റൂമിലോട്ട് എത്തി. രാത്രി അല്ല, അധികം വൈകിട്ടൊന്നുമില്ല, ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ദനാങ്ങിൽ ഒരു കുറച്ച് പുറത്തോട്ടൊക്കെ സ്ട്രീറ്റ് ഫുഡൊക്കെ അന്വേഷിച്ച് പോയി. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ നേരത്തെ, നമ്മൾ ഇറങ്ങിയപ്പോൾ 10 മണിക്ക് ആയി തോന്നുന്നുണ്ട് രാത്രി. അല്ലാതെ കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് ബീച്ചാണ്, ബീച്ചൊക്കെ കാണാൻ പോവാം. അതുപോലെ ഇപ്പം ഒരു ഷിപ്പില് ബൊഫേ ഉണ്ടായിരുന്നു ഫുഡ് കാര്യം, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ മിസ്സായി. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ഇറങ്ങിയത്. കാരണം ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി, നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഉറങ്ങി. എണീറ്റപ്പോ 10 മണി ആയതാ. അപ്പം ദനാങ്ങിൽ ബാക്കി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് രാത്രി എക്സ്പ്ലോർ ചെയ്യാം. നല്ല സ്ഥലമാണ്. പൊതുവെ മറ്റുള്ള ഏരിയ വിയറ്റ്നാമിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചീപ്പായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാ ഫുഡാണെങ്കിലും റൂം ആണെങ്കിലും ഒക്കെ ഒന്നും കൂടെ ചീപ്പാണ്. പിന്നെ കോസ്റ്റൽ ഏരിയ ആണ്. പിന്നെന്താണ്, അവിടുത്തെ നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഷോർട്സിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റുകൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ സ്ട്രീറ്റ് ഫുഡ് ആ ലൊക്കേഷൻ എടുക്കുക, എന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് അടിച്ചു നോക്കുക. അപ്പോൾ അതിന്റെ റേറ്റിംഗ് കാര്യങ്ങൾ, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. 8th ഡേയില് ഒരു ഉച്ചക്ക് 11:30 ഒക്കെ ആവുമ്പോഴായിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ്. അപ്പൊ നാട്ടിലേക്ക് പോരുമ്പോ കോലാലംപൂർ ത്രൂ ആണ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും നാട്ടിലേക്ക്. ഇപ്പൊ ദനാങ് കണ്ടു, ഇനി തിരിച്ച് കൊച്ചിയിലോട്ട് പോരണമെന്നുണ്ടെങ്കിൽ ത്രൂ കോലാലംപൂർ ആയിരിക്കും മോസ്റ്റ്ലി നിങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടാവും. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവൂല. അപ്പൊ നമ്മൾ അങ്ങനെ ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോലാലംപൂർ മലേഷ്യയിലാണല്ലോ, അപ്പൊ നമ്മള് മലേഷ്യ കൂടെയും വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരാന്നുള്ള ഡിസിഷൻ ഇത് കണ്ടപ്പോഴാണ് ആക്ച്വലി ഉണ്ടായത്. നമ്മൾ ആൾറെഡി ആദ്യമേ ഫ്ലൈറ്റ്സ് ആണ് നോക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫ്ലൈറ്റ്സ് ഒക്കെ നോക്കണ സമയത്ത് ഇത് കണ്ടപ്പോ ഞങ്ങൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മലേഷ്യയിലും കൂടെ പോയിട്ട് പോന്നാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 2 days മലേഷ്യയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഈ വിസ കാര്യങ്ങളൊന്നും വേണ്ട, പെർമിറ്റ് മതി. അപ്പൊ നമ്മളങ്ങനെ പെർമിറ്റ് എടുത്തു. ഈ ദിവസം, അതായത് നമ്മളുടെ വിയറ്റ്നാമിലെ 8ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോരുമ്പോ നമ്മൾ കോലാലംപൂർ ഇറങ്ങി. അങ്ങനെ കോലാലംപൂർ 2 days സ്പെൻഡ് ചെയ്ത് പിന്നെ ഇതേപോലെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നതിന് പകരം നമ്മൾ സിംഗപ്പൂര് പോയി. അതിന്റെ നിയർ ബൈ കൺട്രിയാണ് സിംഗപ്പൂര്. സിംഗപ്പൂര് പോയി 2 days അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ദനാങ്ങിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 10,000 ഒക്കെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് ഇപ്പൊ കാണിക്കുന്നത്. കോലാലംപൂരിലേക്ക് ആവുമ്പോ അത്രയും ഇല്ല, 1000 2000 അല്ലേ, അത്രയല്ലേ വന്നിട്ടുള്ളൂ. കോലാലംപൂർ വഴിയാണ് നാട്ടിലോട്ട് പോയിരുന്നുണ്ടാവുക. അപ്പം ടിക്കറ്റ് എടുക്കുമ്പോൾ കൊലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് മാറി കയറണം, അല്ലെങ്കിൽ സെയിം ഫ്ലൈറ്റ്, അത് നിങ്ങളെ ഡീറ്റെയിൽസ് നോക്കി അറിയാം. അപ്പൊ പക്ഷെ നമ്മൾ കൊലാലംപൂർക്ക് മാത്രം 1,200 രൂപ 1,300 രൂപ, വെറും 1,300 രൂപയാണ് ഒരാൾക്ക് കോലാലംപൂരിലേക്ക് വരുന്നുള്ളൂ വിയറ്റ്നാമിൽ. അപ്പൊ നമ്മള് എന്തുകൊണ്ട് നമുക്ക് ലാഭമാണ്. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ മലേഷ്യ കാണാനായിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് പോവാന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് വരും. ഈ ഒരു എമൗണ്ടിൽ ഒന്നും നിൽക്കൂല. അതുപോലെ തന്നെയാണ് സിംഗപ്പൂർ നമുക്ക് ഈ പറഞ്ഞ പോലെ 2,000-2,500 ഒക്കെ എന്തോ ആണ് എമൗണ്ട്, കറക്റ്റ് നോക്കണം, എമൗണ്ട് വന്നിട്ടുള്ളായിരുന്നു. അപ്പം ഇങ്ങനെ നിയർ ബൈ കൺട്രീസ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു മെച്ചം അതാണ്. അടുത്തൊരു കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിക്ക് പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര കുറവായിരിക്കും. അതായത് നമ്മളിപ്പോ ചൂസ് ചെയ്തത് വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പോവാം. ഇത് ഇപ്പൊ നിങ്ങൾ തായ്ലൻഡ് ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിയറ്റ്നാം, തായ്ലൻഡ്, അല്ലെങ്കിൽ കാംബോഡിയ, പിന്നെ ലാവോസ്, ഇതൊക്കെ നിയർ ബൈ കൺട്രീസ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇപ്പൊ ഈ വിയറ്റ്നാം മാത്രം നോക്കുന്നവർക്ക് ഇപ്പൊ ഈ ദനാങ് കൂടെ കണ്ടിട്ട് നാട്ടിലോട്ട് തിരിച്ചു വന്നാൽ മതി. നേരത്തെ പറഞ്ഞ DM ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കോമൺ ആയിക്കാണ്ട് ഒരു വീഡിയോ
ഇട്ടത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ എത്രയൊക്കെ ആയാലും അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾക്ക് പുതിയ ആപ്പുകളും ന്യൂവസ്റ്റ് ടെക്നോളജീസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ആവുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി പോരാം. മറ്റേ നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രീസിനെ കുറിച്ചും വലിയ ധാരണ അല്ല, അങ്ങനത്തെ പുതിയ ആപ്പുകളെ കുറിച്ചിട്ടോ അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കേജ് സെറ്റ് ചെയ്ത് ഐറ്റിനറി സെറ്റ് ചെയ്ത് പോയി വരാവുന്നതേ ഉള്ളൂ. പിന്നെ പെട്ടു പോവുക എന്നുള്ളതൊന്നുമില്ല. പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പോയിട്ട് അടുത്ത വിസ അല്ലാണ്ട് ഇരിക്കുക അങ്ങനത്തെ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് വിസയുടെ കാര്യം, പിന്നെ സിമ്മ്, അതുപോലെ റിട്ടേൺ ഫ്ലൈറ്റ് മിസ്സായി പോകാണ്ടിരിക്കും, ഇത്രേ നോക്കണ്ടുള്ളൂ. ബാക്കിയെല്ലാം കയ്യിലുണ്ടോ എന്നുള്ള കാര്യം, അത് ഡോളർ ആക്കിയോളൂ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്ഥലങ്ങൾ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധി, നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ വേറെ ആൾക്കാരാണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്തല്ലേ പോകുന്നത്. പിന്നെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സ്ഥലം നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് റീറൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോയപ്പോ തന്നെ ഹനോയിൽ ശരിക്കും ഞങ്ങൾ ആവേർലി വേസ്റ്റിൽ റൂം എടുത്തായിരുന്നു, പക്ഷെ ഞങ്ങൾ ആ റൂം ഉപയോഗിച്ചില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അഡീഷണൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഈ സെയിം സൗകര്യം നമ്മൾ തായ്ലൻഡിലും ഇതുപോലെ തന്നെ ആയിരുന്നു. ലൈക്ക് തായ്ലൻഡ് ആണ് നമ്മളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അത് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് പാക്കേജ് ത്രൂ പോകുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ലൈക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണെന്ന് അല്ല പറയുന്നത്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോ അതിനനുസരിച്ച് കൂടുതൽ ടൈം എടുക്കും എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത് പോവാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്ര ടൈം പറഞ്ഞിട്ടുണ്ടാവും, അത്ര ടൈമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് ടൂർസ് ഒക്കെ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. പക്ഷെ അതിനനുസരിച്ചിട്ട് അപ്പൊ സെറ്റ് ചെയ്യുന്ന ഏജൻസിക്ക് അതിന്റെ ഒരു എമൗണ്ടും കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോ നിങ്ങൾക്ക് ബഡ്ജറ്റും എല്ലാം നോക്കി ഒന്നുമില്ല. അപ്പൊ ഏജൻസ് ഒക്കെ ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് രാജ്യത്ത് നമ്മളെ കാണാത്തൊരു സ്ഥലമാണ്, പക്ഷെ നമുക്ക് എല്ലാം പരിചയം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇന്ന ഏരിയയിലോട്ടാ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഐഡിയ ഉണ്ടാവും. അതായത് ഇനിയിപ്പോ ഒരു ലൈക്ക് വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു 5 yearsന് ശേഷം അല്ലെങ്കിൽ ഒരു 6 yearsന് ശേഷം പോകുമ്പോൾ അവിടെ ഇതേപോലെ ആവില്ല എന്നാണ് അവിടുത്തെ നാറ്റീവ്സ് തന്നെ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു 5 years 6 years ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇനിയും വിയറ്റ്നാം, ഇപ്പൊ ഞങ്ങൾക്കാണ് വിയറ്റ്നാം കണ്ട് കൊതി തീർന്നിട്ടില്ല സത്യത്തില്. അപ്പൊ വിയറ്റ്നാം ഇനിയും കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. നമുക്ക് ലൈക്ക് ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് പോയി പോരാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ സെൽഫായിട്ട് അങ്ങനെ. പിന്നെ ഒരു കൺട്രി നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പാക്കേജ് എല്ലാം നിങ്ങൾ തന്നെ ലൈക്ക് ഐറ്റിനറി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം നിങ്ങൾ മാനേജ് ചെയ്ത് പോവാണെങ്കിൽ പിന്നെയുള്ള എല്ലാ കൺട്രീസും നിങ്ങൾക്ക് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് സിമ്പിൾ ആണത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട വിസയുടെ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രാവൽസ് മുഖേന നിങ്ങൾക്ക് ചെയ്യാം. കാരണം അവരാകുമ്പോൾ ഒരുപാട് വിസ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്, റിജക്ഷൻസ് ചിലപ്പോൾ കുറവായിരിക്കും. വിസ കാര്യങ്ങളൊക്കെ നിങ്ങൾ ത്രൂ ട്രാവൽസ് മുഖേന ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സിംഗപ്പൂരിലേക്കാണെങ്കിലും നമ്മള് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഈ സെയിം ട്രാവൽസ് ത്രൂ ആയിരുന്നു. സിംഗപ്പൂർ മലേഷ്യ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ചെയ്താൽ, അത് പക്ഷെ നമ്മൾ ആകെ 4 ദിവസമേ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇനിയിപ്പോ വിയറ്റ്നാമിൽ നിന്ന് മലേഷ്യ പിന്നെ സിംഗപ്പൂർ പിന്നെ നാട്ടിലോട്ട് പോരാനാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.